ഒരു പ്രാർത്ഥനയോട് തുടങ്ങാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തദാ നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോപദേശ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പം ദോഷപരിഹാരങ്ങൾ, വാസ്തുദോഷ പരിഹാരങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് എടുത്ത ഏതാണ്? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നതാണെങ്കിൽ ഒന്ന് നോക്കി പറയാം, എപ്പോഴാണ് അവസാനം ഏതാണ് എടുത്തതെന്ന് പറയാം. അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഹലോ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം ലാസ്റ്റ് നമ്മൾ എടുത്ത ഏതാണ്. അറിയില്ല. ഹലോ, നമ്മളൊരു തായ് വീടിന്റെ ചുറ്റം പുതിയതാക്കി എടുത്തതാണ്. നിങ്ങൾ നോക്കി. അത് ഞാൻ ചോദിക്കുന്നത് ഇത് ഫോളോ ചെയ്യുന്നുള്ളതെന്ന് അറിയണോ? കാരണം ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതല്ല. അതായത് നമ്മുടെ ചുറ്റുദോഷം മാറ്റിയതാണോ? ചുറ്റുദോഷം മാറ്റിയതാണ്. മരണച്ചുറ്റ് മാറ്റി ഇതാക്കിയതാണ്. അത് മാറ്റി. അത് ചുറ്റുദോഷം ഈ വീടിന്റെ വെളിയിലത്തെ ചുറ്റളവ് കംപ്ലീറ്റ് ആയി. മുറികളുടെ എന്തെങ്കിലും ഹെഡിങ് പറഞ്ഞായിരുന്നു അവസാനം? ഇല്ല, ഹെഡിങ് പറയാനില്ല. പിന്നെ അപ്പം ഉൾച്ചുറ്റിന്റെ ദോഷങ്ങളാണ് മുറികളുടെ ഉൾച്ചുറ്റുള്ള വീടിന് വെളിയിലുള്ള ചുറ്റിന്റെ വെളിയിലത്തെ ചുറ്റിന്റെ ആയാതി ഷഡ്വർഗങ്ങൾ അതൊക്കെ നോക്കി അതെല്ലാം നമ്മൾ കഴിഞ്ഞു. അപ്പൊ അടുത്തതായിട്ട് ഉൾച്ചുറ്റിനുള്ള ദോഷപരിഹാരങ്ങളാണ് അടുത്തായിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഞാനൊന്ന് ഷെയർ ചെയ്യാം. അത് നാലാമത്തെ ദോഷങ്ങളിൽ നാലാമത്തെ ദോഷമാണ്. 4A ആണ്. വീടിൻ്റെ വെളിയിലത്തെ ചുറ്റുമായിട്ട് ബന്ധപ്പെട്ട ദോഷപരിഹാരങ്ങൾ. നമ്മളത് പല ടൈപ്പിലുള്ളത്. ഒന്ന്, ഒരു മുറി കെട്ടി വീടിൻ്റെ ചുറ്റളവ് കൂട്ടി ഉത്തമമാക്കുക. അല്ലെങ്കിൽ തൂണുകളും ബീമുകളും ചെയ്ത് ചുറ്റളവ് വ്യത്യാസപ്പെടുത്തി ഉത്തമമാക്കുക. അതും അല്ലെങ്കിൽ പിരമിഡുകൾ ഉപയോഗിച്ച്. പക്ഷെ പിരമിഡുകൾ ഉപയോഗിക്കുന്നത് മറ്റു രണ്ടും പറ്റിയില്ലെങ്കിൽ മാത്രം. അതിന് കാരണം അത് ഈ വീട് മുറി ചെയ്ത് ഉത്തമമാക്കുന്നതും അതുപോലെ തന്നെ തൂണുകളും ബീമുകളും ചെയ്ത് ഉത്തമമാക്കുന്നതൊക്കെ 100% ഫലപ്രദമാണ്. പക്ഷെ പിരമിഡ് ഉപയോഗിച്ച് ചുറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ ഒരു 100% റിസൾട്ട് അതിന് കിട്ടില്ല. മാക്സിമം ഈ ചുറ്റിനെ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 50-60% കൂടുതലൊന്നും അതിൻ്റെ ദോഷം മാറിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അത് മറ്റ് കറക്ഷൻസ്, അതായത് മുറി ചെയ്തോ അല്ലെങ്കിൽ തൂണുകളും ബീമുകളും ചെയ്തോ ഒക്കെ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പിരമിഡ് ഉപയോഗിച്ചുള്ള കറക്ഷൻ ചെയ്യാവൂ. ഇനി നമ്മൾ ഉൾച്ചുറ്റിലേക്ക് വരികയാണ്. ഉൾച്ചുറ്റിൽ ഇതുപോലെ തന്നെ നമ്മൾ ബൈ കൺസ്ട്രക്ഷനിൽ കൂടി ഉൾച്ചുറ്റിനുള്ള ദോഷം പരിഹരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഉൾച്ചുറ്റുള്ള പിരമിഡ് ഉപയോഗിച്ച് പരിഹരിക്കാം. ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഉൾച്ചുറ്റാണ്. അപ്പോൾ ഇതൊരു ഈ പടമൊന്ന് വരച്ചോളൂ.
ഉൾച്ചുറ്റെന്ന് ഉദ്ദേശിക്കുന്ന മുറികളുടെ ഉള്ളിലെ ചുറ്റളവ്. ഇപ്പം ഇവിടെ ഇതൊരു മുറിയാണ്, ഈ കാണിച്ചിരുന്ന പടത്തിൽ കാണിച്ചിരുന്ന മുറിയാണ്. 382 സെൻറ്റിമീറ്റർ നീളവും 300 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു മുറിയാണിത്. അപ്പോൾ ഈ ഒരു മുറിയുടെ ഉൾച്ചുറ്റ് നമ്മൾ പിന്നെ അതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ അതിൻ്റെ ഉൾച്ചുറ്റ് എത്രയായിരിക്കും? 1364 സെൻറ്റിമീറ്റർ. കാരണം 382ഉം 300 കൂട്ടി 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 1364 കിട്ടും. അപ്പോൾ ഈ മുറിയുടെ ചുറ്റളവ് 1364ആണ്. നമുക്കറിയാം 1215 സെൻറ്റിമീറ്റർ മുതൽ 1458 സെൻറ്റിമീറ്റർ വരെയുള്ള എല്ലാം മരണച്ചുറ്റാണ്. എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 1215 സെൻറ്റിമീറ്റർ മുതൽ 1458 സെൻറ്റിമീറ്റർ വരെയുള്ള എല്ലാം മരണച്ചുറ്റാണ്. അപ്പോൾ ഇത് 1364 ഇതിൻ്റെ ഇടയ്ക്ക് വരും. അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന മുറിയുടെ ഉള്ളിലെ ചുറ്റ് മരണച്ചുറ്റാണ്. മരണച്ചുറ്റ് ഏറ്റവും മോശമായ ചുറ്റാണ് നമുക്കറിയാം. മരണച്ചുറ്റ് മാറിയാൽ ആ മുറി ശരിക്കും ഉപയോഗിക്കാനേ പാടില്ലെന്നാണ്. ചുറ്റളവ് കറക്റ്റ് ചെയ്യാതെ ഉപയോഗിക്കാനേ പാടില്ല. അപ്പോൾ ഏറ്റവും സാധാരണ നമ്മൾ ചുറ്റളവ് ഈ മുറികളുടെ അകത്തെ ചുറ്റളവ് മാറ്റാനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അലമാര, കബോർഡ്സ്. ഇംഗ്ലീഷ് കബോർഡ് എന്ന് പറയാം, സാധാരണ നമ്മൾ മലയാളത്തിൽ അലമാര എന്ന് പറയും. അലമാര ചെയ്ത് കറക്റ്റ് അതിൻ്റെ ശരിയായ അളവിലുള്ള അലമാര ചെയ്തിട്ട് ചുറ്റിനെ ഉത്തമമാക്കാം. അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ഇതിപ്പോൾ എഴുതിയിരിക്കുന്ന നിങ്ങൾ എഴുതി കാണുന്ന വിചാരിക്കുന്നു. സൗത്ത് വെസ്റ്റ്. കാരണം ഈ അലമാര ചെയ്യുമ്പോൾ മുറിയുടെ ഏത് ഭാഗത്ത് അലമാര ചെയ്താലും ചുറ്റിനെ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ ചുറ്റിനെ കറക്റ്റ് ചെയ്യാം. പക്ഷെ ഒരു അലമാരിയായിട്ട് ചെയ്താണ് നമ്മൾ ചുറ്റി കറക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ അലമാരി ചെയ്ത് കഴിയുമ്പോൾ അലമാരിക്കകത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ വയ്ക്കും. അങ്ങനെ സാധനങ്ങൾ വയ്ക്കുമ്പോൾ അവിടുത്തെ വെയിറ്റ് കൂടും. അപ്പോൾ എപ്പോഴും വെയിറ്റ് തെക്ക് വശവും പടിഞ്ഞാറ് വശവും ഒക്കെ വെയിറ്റ് കൂടുന്നത് നല്ലതാണ്. അതേസമയം വടക്ക് കിഴക്കൊക്കെ വെയിറ്റ് കൂടുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അലമാരി ചെയ്യുന്നത് ഈ വെയിറ്റിൻ്റെ കാര്യം കണക്കിലെടുത്തിട്ട് തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ വേണം അലമാരി ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കാം. ഇപ്പോൾ ഈ 1364 ആണ് നമുക്കിപ്പോൾ ചുറ്റ് കിട്ടിയേക്കുന്നത്. അതിന് മുകളിലുള്ള ഉത്തമമായ ചുറ്റളവ് എടുക്കണം. നോക്കുക. ഇപ്പോൾ ഇങ്ങനെ അലമാരി ചെയ്യുന്നു. അപ്പോൾ ഈ 1364 മുകളിലുള്ള ഉത്തമമായ ചുറ്റ് നമ്മൾ കൈക്കണക്ക് പട്ടിയെ നോക്കുമ്പോൾ എത്രയാണെന്ന് പറയും? നമ്മൾ നോക്കി പറയും. 1364 സെൻറ്റിമീറ്ററിൻ്റെ മുകളിലുള്ള ഉത്തമമായ ചുറ്റളവ് എത്രയാണെന്ന് കൈക്കണക്ക് പട്ടിയെ നോക്കിയിട്ട് പറയുക. പെട്ടെന്ന് പറയണതൊക്കെ. ഇത്രയും സമയം വേണം പറയാൻ. 1364 സെൻറ്റിമീറ്ററിൽ കൂടിയ ഉത്തമമായ ചുറ്റളവ് കൈക്കണക്ക് പട്ടിക നോക്കി പറയുക. ആരും കേൾക്കാത്തതാണോ? കേൾക്കുന്നുണ്ടോ ഈ പറയുന്നതൊക്കെ? ഹലോ കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. അപ്പൊ പറയൂ. 1367 കൂടിയ ഉത്തമമായ ചുറ്റളവ് എത്രയാണ്? ഇത്രയും സമയം ആവശ്യമില്ല. ഒന്നാമത്തെ പുസ്തകം കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയാം. മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. എന്ത് നോക്കാൻ പറ്റുന്നില്ലേ? ഹലോ, ഞാനിങ്ങ് പറഞ്ഞുകൊണ്ട് പോയോണ്ട് കാര്യമില്ല, അതുകൊണ്ടാണ്. 1464 ആ, ഇത്രയും സമയം എടുത്ത് എന്തിന്? സംശയം നോക്കി അറിയാലോ. 1176 അതിൽ കൂടുതലാണ് 1364. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ 1464. അത് ഏറ്റവും അവസാനം നോക്കുക, ഉത്തമമാണ്. അപ്പോൾ 1464 സെൻറ്റിമീറ്റർ. നമുക്കിപ്പം അതിൻ്റെ യോനി ഏതാണെന്നുള്ളതൊന്നും മുറിക്ക് അകത്തെ ചുറ്റിന് വലിയ പ്രസക്തമല്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഉത്തമമായ ചുറ്റളവ് നോക്കുമ്പോൾ 1464 വരും. അപ്പോൾ 1464 ആക്കണമെങ്കിൽ 1364 100 സെൻറ്റിമീറ്റർ കൂട്ടണം. 1364 കൂടെ 100 സെൻറ്റിമീറ്റർ കൂട്ടിയാൽ 1464 ഉത്തമമാകും. അപ്പോൾ 100 സെൻറ്റിമീറ്റർ നമ്മൾ കൂട്ടണമെങ്കിൽ നമ്മളിങ്ങനെ അലമാര, ഇപ്പോൾ ഇവിടെ നീല നടത്തി കാണുന്നുണ്ട്, ഒരു അലമാര ചെയ്യുക. അലമാരയ്ക്ക് 50 സെൻറ്റിമീറ്റർ തള്ള, ഈ ഭിത്തി എന്നുള്ള തള്ള 50 സെൻറ്റിമീറ്റർ. അതായത് അലമാര അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കബോർഡ് എന്ന് വേണം പറയാം. അപ്പോൾ ഈ അലമാര ആ വീതി, അതായത് ആ ഭിത്തി എന്നുള്ള തള്ള് 50 സെൻറ്റിമീറ്റർ. അപ്പോൾ 50 സെൻറ്റിമീറ്റർ തള്ളുള്ള അലമാര തറ മുതൽ റൂഫ് വരെ ചെയ്യണം. ഫ്ലോർ മുതൽ റൂഫ് വരെ ചെയ്യണം. അങ്ങനെ തറ മുതൽ റൂഫ് വരെ ചെയ്യുമ്പോൾ മൂല ചേർത്ത് ചെയ്യാതെ അതിൻ്റെ വീതി മിനിമം
100 സെന്റിമീറ്റർ എങ്കിലും വേണം. നോക്കുക, ഇതാണ് ആ വീതി, അലമാരയുടെ വീതി. ഇപ്പോൾ ആ ഒരു ആരോ വന്നതാണ് അലമാരയുടെ വീതി. അത് മിനിമം 100 സെന്റിമീറ്റർ, കുറഞ്ഞത് 100 സെന്റിമീറ്റർ. 100 കൂടാം, പക്ഷെ കുറയരുത്. അപ്പം അങ്ങനെ 50 സെന്റിമീറ്റർ തള്ളും 100 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു അലമാര തെക്ക് വശത്തെയോ പടിഞ്ഞാറ് വശത്തെയോ വീതി തെക്ക് പടിഞ്ഞാറിനോട് അടുപ്പിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇത് ഭിത്തിയോട് ചേർന്നിരിക്കണം, തറ മുതൽ റൂഫ് വരെ തൊട്ടിരിക്കുകയും വേണം. അപ്പം അങ്ങനെ വരുമ്പോൾ 50 ഇവിടെ ഇങ്ങനെ ഒരു 50, ഇവിടെ ഇങ്ങനെ ഒരു 50, അങ്ങനെ 50 100 സെന്റിമീറ്റർ. 1364 നേരത്തെ ചുറ്റായിരുന്നത്. 1364 ഇവിടെ ഒരു 50, ഇവിടെ ഒരു 50. ഈ ഇവിടുത്തെ കൂട്ടിലാണ് ഇപ്പുറത്തെ ഈ നീളത്തിന്റെ ഈക്വലാണത്. അപ്പം 1464 ആവും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ. അപ്പം ഉത്തമമായ ചുറ്റളവ് കിട്ടും. അപ്പം ഇങ്ങനെ അലമാരി ചെയ്തിട്ട് നമുക്ക് ഉത്തമമായ ചുറ്റളവ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് 50 സെന്റിമീറ്റർ തള്ളും, അത് കൃത്യമായിരിക്കണം. അത് 100 സെന്റിമീറ്ററിൽ കുറയാതെ വീതി. അപ്പോൾ 1364 പ്ലസ് 50 100 ഈക്വൽ ടു 1464 സെന്റിമീറ്റർ ആകും. അത് ഉത്തമമാണ്. അപ്പം ഇതാണ് ഒരു മെത്തേഡ്, പിന്നെ അലമാരി ചെയ്ത് ചുറ്റുത്തമമാക്കുന്ന ഒരു മെത്തേഡ്. ഇനി വേറൊരു ഇതിലാർക്കും സംശയം ഉണ്ടെങ്കിൽ പറയണം. ഇപ്പം ഈ ചെയ്തതിനകത്ത് ആർക്കും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഇനി അടുത്ത് നോക്കാം. അപ്പം ഇവിടെ മുറിയുടെ മൂലകൾ ചേരാതെ, മൂല ചേരാൻ പാടില്ല. തറ മുതൽ സീലിംഗ് വരെയുള്ള അലമാരകൾ ചെയ്ത് ചുറ്റുത്തമാക്കണം. ഇത് വേണമെന്ന് എഴുതി കൊടുക്കും. മൂല ചേർന്ന് കഴിഞ്ഞാൽ ചുറ്റിന് വ്യത്യാസം വരില്ല. അതെന്താന്ന് പറയാം. അപ്പോൾ അലമാര ചെയ്യുമ്പോൾ മിനിമം 100 സെന്റിമീറ്റർ വീതി ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞത് മിനിമം 100 സെന്റിമീറ്റർ. ഓക്കെ, ഇത് എഴുതി വിചാരിക്കുന്നു. എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ, ഇവിടെ വേറൊരു റൂം എടുക്കുക. ഇപ്പം നമ്മൾ സപ്പോസ് ഇതൊരു മുറിയാണ്. ഈ മുറി നമ്മൾ ഇപ്പം ഇവിടെ ഒരു ചെറിയ ഇത് ഇങ്ങനെ അലമാര ചെയ്തു. അത് ഈ മൂലയോടെ ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു അലമാര ചെയ്തു. ഇങ്ങനെ ഒരു അലമാര ചെയ്താൽ ചുറ്റിന് വ്യത്യാസം ഉണ്ടാകില്ല. കാരണം എൻ്റെ കഴ്സർ കാണാമെന്ന് വിചാരിക്കുന്നു. ഈ നീളവും കൂടെ കൂടുന്നതും ഇതും കൂടെ കൂടുന്നതും തുല്യമായിരിക്കും. നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ആരോ കണ്ടു. അത് 50 ആണെങ്കിൽ, അതുപോലെ ഇത് 60 ആണെങ്കിൽ, സപ്പോസ് 60 ആണെങ്കിൽ അത് ഇവിടെയും ഈ 60 തന്നെ ആയിരിക്കും. ഇവിടെ 60 ആയിരിക്കും. അതുപോലെ ഇവിടെ 50 ആയിരിക്കും. അപ്പോൾ അലമാരിയുടെ വെളിയിൽ കൂടി ഇങ്ങനെ എടുത്താലും, അലമാരി ഉൾപ്പെടെ ഇങ്ങനെ എടുത്താലും, അലമാരി ഇല്ലാതെ ഇങ്ങനെ എടുത്താലും ഇവിടെ 60 പ്ലസ് 50 ആയിരിക്കും, ഇവിടെ 60 പ്ലസ് 50 ആയിരിക്കും. അപ്പോൾ ചുറ്റിന് വ്യത്യാസം വരില്ല മുറിയുടെ ചുറ്റിന്. അപ്പം ഇങ്ങനെ മൂല ചേർത്താണ് അലമാരി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചുറ്റിന് വ്യത്യാസം. അപ്പം ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ചുറ്റിലൊരു മുറി ചെയ്തു എന്നിരിക്കട്ടെ, ഉത്തമമായ ചുറ്റളവിലൊക്കെ ഒരു മുറി ചെയ്തു. അങ്ങനെ മുറി ചെയ്താൽ ആരെങ്കിലും ഈ അലമാരി മൂല ചേർക്കാതെ അലമാരി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിന് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നമ്മൾ പറയണം, മൂല ചേർത്തേ ചെയ്യാവൂ. കാരണം നമ്മൾ ഉത്തമമായ ചുറ്റളവിലൊക്കെ വീട് എല്ലാം നമ്മൾ പ്ലാനൊക്കെ വരച്ചിട്ട് കൊടുക്കുമ്പം അവർ കൊണ്ടുവന്ന് നടുക്കൊരു അലമാരി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മൂല ചേരാതെ അലമാരി ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റു വ്യത്യാസം വരും. അവരൊക്കെ ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നേരത്തെ പറഞ്ഞിരിക്കണം, കബോർഡൊക്കെ ചെയ്യുമ്പം അല്ലെങ്കിൽ അലമാരിയൊക്കെ അതിനകത്ത് ചെയ്യുകയാണെങ്കിൽ അത് മൂല ചേർത്തേ ചെയ്യാവൂ. മൂല ചേർത്ത് ചെയ്താൽ ചുറ്റിന് വ്യത്യാസം വരില്ല. അപ്പോൾ നേരത്തെ ഉത്തമമാണെങ്കിൽ അത് കഴിഞ്ഞ് ഉത്തമമായിരിക്കും. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൂല ചേർത്ത് അലമാര ചെയ്താൽ ചുറ്റിന് വ്യത്യാസം വരുന്നതല്ല. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തോളൂ. മൂല ചേർത്ത് അലമാര ചെയ്താൽ ചുറ്റിന് വ്യത്യാസം വരാതെ നമുക്ക് അലമാര ചെയ്യണമെങ്കിൽ മൂല ചേർത്ത് ചെയ്യണം. ഈ എന്തെങ്കിലും ഉത്തമമായ ചുറ്റാക്കാനായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മൂല ചേരാതെ ചെയ്യണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ അവരെ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ, ഇനി വേറൊരു മുറി. ഈ ഒരു മുറിയുടെ അളവ് എഴുതിക്കൊള്ളു. ഇത് 338, ഇത് 300. ഇതിന്റെ ഉൾച്ചുറ്റ് എത്രയാണ് പറയൂ? ഈ മുറിയുടെ ഉൾച്ചുറ്റ് എത്രയാണ്? പെട്ടെന്ന് പറയണോ? കാൽക്കുലേറ്റർ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. ഇത്രയും സമയം എന്ത്? ഹലോ, നമുക്ക് സമയം ഒരുപാട് പോകും ഇങ്ങനെ പോയാ. ആരും പറയുന്നില്ല, കേൾക്കുന്നില്ലേ? 1276. 1276. അത് പെട്ടെന്ന് പറയണത്. പിന്നെ ഇത് ഉണ്ടെങ്കിൽ ഇത് ഒരു 5 സെക്കൻഡ് മതി. കാരണം 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 × 12 = 1276. 1276 ×
338 + 300 രണ്ടും കൂടെ കൂട്ടിയിട്ട് റിസൾട്ട് ഇൻറ്റു 2 തീർന്നു. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇല്ലാതെ പറയാൻ പറ്റും, പക്ഷേ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ചുറ്റളവ് 1276 സെന്റിമീറ്റർ. ഇത് നമ്മൾ നോക്കുക, 1215 മുതൽ 1458 വരെ മരണച്ചുറ്റാണ്. അപ്പോൾ ഇതും മരണച്ചുറ്റാണ്. 1215 സെന്റിമീറ്റർ മുതൽ 1458 സെന്റിമീറ്റർ വരെയുള്ളൂ മരണച്ചുറ്റാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന, അപ്പോൾ ഇത് നേരത്തെ കൂട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ഒരു പ്രയാസം വരും. നേരത്തെ ചെയ്തതുപോലെ അലമാര ചെയ്തിട്ട് ഒരു മൂല ചേരാതുള്ള അലമാര നേരത്തെ പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 1276 അങ്ങനെ മൂല ചേരാതെ ചെയ്യുമ്പം ചുറ്റളവ് കൂടുകയുള്ളൂ, ഉൾച്ചുറ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഈ 1276 ഉൾച്ചുറ്റ് കൂട്ടുകയാണെങ്കിൽ പിന്നെ അടുത്ത ഉത്തമമായ ഉൾച്ചുറ്റ് 1464 ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് സൗത്ത് വെസ്റ്റ്, ഇപ്പം നമ്മൾ 1464 ഉൾച്ചുറ്റ് വരണമെങ്കിൽ നമ്മൾ ഇവിടെ 1276 അപ്പോൾ നമ്മൾ 1464 മൈനസ് ഇവിടെ കിട്ടിയത് 1276 ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 94 സെന്റിമീറ്റർ തള്ളുള്ള അലമാര. ഉദ്ദേശം 1 മീറ്റർ. അതായത് ഇപ്പം ഇവിടെ ഇതിപ്പം 338 ഉള്ളൂ, അതിൽ ഏതാണ്ട് 1 മീറ്റർ വരെ തള്ളുള്ള അലമാര ചെയ്യേണ്ടി വരും, 100 സെന്റിമീറ്റർ എങ്കിലും മിനിമം വീതിയിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മുറിയുടെ സൗകര്യം അങ്ങ് പോകും. നമുക്ക് മുറി ചുറ്റളവ് കറക്റ്റ് ചെയ്യുന്നത്, പക്ഷെ മുറിയുടെ സൗകര്യം തീരെ ഇല്ലാതാകത്തോളം ചെയ്തു കഴിഞ്ഞാൽ അതും നല്ലതല്ല പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അലമാര ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് ചെയ്ത് ഉത്തമ കൂട്ടുകയാണ്. ചുറ്റളവിനെ കൂട്ടി 1276 കൂട്ടി 1464 ആക്കുകയാണെങ്കിൽ നമുക്ക് നിയർലി 1 മീറ്റർ തള്ളുള്ള അലമാര ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മുറിയുടെ സൗകര്യത്തെ ബാധിക്കുന്നുണ്ട്, അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ ചെയ്യുന്നത് ഒരു വശം കംപ്ലീറ്റ് ആയിട്ട് അലമാര ചെയ്യും. കാരണം ചുറ്റിനെ കുറയ്ക്കുകയാണ്. ഒരു വശം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അലമാര ചെയ്തിട്ട് അതിൻ്റെ വീതി താഴെ നോക്കുക, വീതി ഈ അലമാരയുടെ വീതി 50 സെന്റിമീറ്റർ. നേരത്തെ പോലെ തന്നെ 50 സെന്റിമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം 100 സെന്റിമീറ്റർ കുറയും. ഇവിടെ 50 കുറയും, ഇങ്ങനെ ചുറ്റളവ് എടുക്കുമ്പോൾ ഈ മുകളിലും 50 കുറയും, ഇവിടെ താഴെ 50 കുറയും. അപ്പം 100 സെന്റിമീറ്റർ ചുറ്റളവ് കുറയും. അപ്പോൾ 1276 100 കുറയ്ക്കുമ്പോൾ 1176 ആവും. നമ്മൾ പുസ്തകം കൈക്കണക്ക് പറ്റിയ നോക്കുക, 1176 ഉത്തമമായ ചുറ്റാണ്. അപ്പോൾ നമുക്ക് ഉത്തമമായ ചുറ്റിലേക്ക് കൊണ്ടുവരാൻ ഒരു വശം കംപ്ലീറ്റ് ആയിട്ട് അലമാര ചെയ്യണം. അപ്പോൾ ഈ വശത്തിൽ ജനലോ കതകോ അല്ലെങ്കിൽ എയർ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ആയിട്ട് വിടാം. ആ ഭാഗത്ത് നമ്മൾ ചെയ്യണ്ട. ഭിത്തിയുള്ള ഭാഗത്ത് മാത്രം ചെയ്താൽ മതി. ജനലും കതവും അതൊക്കെ ആ ഹോൾ അങ്ങനെ അങ്ങ് വിടാം. അപ്പോൾ അത് ഹോളായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് ആ ഭാഗത്ത് ജനലാണെങ്കിൽ ജനലിൻ്റെ താഴെയും മുകളിലും 2 വശവും എല്ലാം ചെയ്യണം. കതകാണെങ്കിൽ താഴെയില്ല, മുകളിലുള്ള ഭാഗം ചെയ്യണം. അവിടെയൊക്കെ അലമാര ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. ആ കെട്ട് വരുന്ന ഭാഗം കംപ്ലീറ്റ് അലമാര ചെയ്യണം. അലമാരയ്ക്ക് ഈ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് അലമാര. ഇങ്ങനെ കാണുമ്പോൾ താഴെ മുതൽ മോളി വരെ തട്ടി നിൽക്കുകയും വേണം. അപ്പോൾ 2 മൂലയും ചേർത്ത് വേണം ചെയ്യാൻ. പിന്നെ ഇത് തന്നെ ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് വെയിറ്റ് വയ്ക്കുന്നുണ്ട്. ഒന്നുകിൽ തെക്ക് വശത്തോ അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തോ വയ്ക്കുന്നതാണ് നല്ലത്. കിഴക്കും വടക്കും കഴിയുന്നത് ഇങ്ങനെ അലമാര ചെയ്ത് കറക്റ്റ് ചെയ്യാതിരിക്കുക. കാരണം അലമാര ചെയ്യുമ്പോൾ സാധനം വയ്ക്കും, അപ്പോൾ ഒരു വെയിറ്റ് വരും. കിഴക്കും വടക്കും വെയിറ്റ് വരുന്ന അല്ലാത്തതുകൊണ്ട് തെക്ക് വശത്തോ അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തോ വേണമെങ്കിൽ ഇതുപോലെ അലമാര ചെയ്യാം. ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അവിടെ ചെയ്യാം. ചുറ്റളവ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഇത് 50 സെന്റിമീറ്റർ ഇങ്ങനെ ചെയ്യുമ്പോൾ ചുറ്റളവ് 1176 സെന്റിമീറ്റർ ആവും. അത് ഉത്തമമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉത്തമമാക്കാം. അപ്പോൾ ചുറ്റളവ് നമുക്ക് ആദ്യം നമ്മൾ ചെയ്തത് ചുറ്റളവിനെ കൂട്ടി ഉത്തമമാക്കി. ഇപ്പം ചെയ്തേക്കുന്നത് ചുറ്റളവിനെ കുറച്ച് 1276 1176 ആയിട്ട് 100 സെന്റിമീറ്റർ കുറച്ച് ഉത്തമമാക്കി. അങ്ങനെ കൂട്ടിയോ അല്ലെങ്കിൽ കുറച്ചോ നമുക്ക് അലമാര ചെയ്ത് ചുറ്റിനെ ഉത്തമമാക്കാൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇത് 1276 സെന്റിമീറ്റർ ഉത്തമമാണ് ചുറ്റളവ്. ഇനി അപ്പോൾ അത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്കിത് രണ്ടും ചെയ്യാൻ എന്തെങ്കിലും അസൗകര്യമുണ്ട് അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ പിരമിഡ് വെച്ചും ചെയ്യാൻ പറ്റും. പക്ഷേ പിരമിഡ് വെച്ച് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു 60% ഒക്കെ അതിൻ്റെ ദോഷത്തിൻ്റെ ഇത് മാറുകയുള്ളൂ. ഒരു 40% ദോഷം പിന്നെ അവിടെ റീറ്റെയിൻ ചെയ്യും, അവിടെ കാണും. അത് പൂർണ്ണമായും നല്ലതല്ല. എന്നാലും മറ്റ് പറ്റിയില്ലെങ്കിൽ ഈവൻ 40% എന്നല്ല 60% ദോഷം കുറയ്ക്കുന്നതിന് നല്ലതാണ്. അപ്പോൾ അതിന് 2 പിരമിഡ് നമ്മൾ ഏതാണ്ട് ഇത് ഒരു പിരമിഡ് 1, 2 ആ 2 പിരമിഡും ആ ഭിത്തിയിൽ നിന്ന് ഈ നമുക്ക് വേണ്ട 50 സെന്റിമീറ്റർ മാറ്റി വേണം ഈ 2 പിരമിഡ് ആ അലമാര 50 സെന്റിമീറ്റർ മാറ്റി.
ഈ 2 പിരമിഡ് സ്ഥാപിക്കുമ്പം ഈ രണ്ടും ഫേസ് ടു ഫേസ് ആയിട്ടാണ്. ഒരു പിരമിഡ് മറ്റേ പിരമിഡിനെ നോക്കുന്ന പോലെ ഡയറക്ഷൻ ഇങ്ങനെ കാണിച്ചിട്ട് ഒന്നിന്റെ ഡയറക്ഷൻ താഴോട്ട് കാണിച്ചിരിക്കുന്നു, ഒന്നിന്റെ മുകളിലോട്ട് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ പടിഞ്ഞാറ് വശമാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായിരിക്കും ഒരു പിരമിഡ്, മറ്റേത് കിഴക്കുന്ന പടിഞ്ഞാറോട്ട്. ഈ ഭിത്തി കുഴിച്ചിട്ട് ഭിത്തിക്കകത്തോട്ട് ഫ്ലോർ ലെവലിൽ ഭിത്തിക്കകത്തോട്ട് കയറ്റിയിട്ട് വീണ്ടും ഒക്കെ പ്ലാസ്റ്റർ ചെയ്യാം. പ്ലാസ്റ്റർ ചെയ്ത് അപ്പോൾ ഭിത്തിക്കകത്തിരിക്കും. ഇത് വെളിയിൽ കാണില്ല. വെളിയിൽ ഉണ്ടെങ്കിൽ തൂക്കാനും അല്ലെങ്കിൽ കാല് തട്ടിയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇതങ്ങ് ഭിത്തിക്കകത്ത് വെച്ചാൽ മതി. ഭിത്തിയുടെ അകത്തിരുന്നോളൂ. ഇങ്ങനെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇത് വെച്ച് നമുക്ക് ചുറ്റളവിനെ കറക്റ്റ് ചെയ്യാം. ഇത് ചുറ്റളവിനെ കുറയ്ക്കുന്നതാണ്. ഈ പിരമിഡ് വെച്ച് ഉൾച്ചുറ്റിനെ കുറയ്ക്കാനല്ലാതെ കൂട്ടാൻ പറ്റില്ല, കുറയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ മെത്തേഡ് ഇതാണ്. ഇതും വരയ്ക്കാം. വരച്ച് കഴിഞ്ഞ് കാണുന്ന വിചാരിക്കുന്നു. വരച്ച് കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ, അടുത്തത്. അപ്പം നമ്മൾ ഉൾച്ചുറ്റ് കുറയ്ക്കുന്ന മനസ്സിലാക്കി, ഉൾച്ചുറ്റ് കൂട്ടുന്നത് മനസ്സിലാക്കി, ഉത്തമത്തിലേക്ക് കൊണ്ടുവരിക. അത് നമ്മൾ ദോഷം മാറ്റുന്നത് മാത്രമല്ല, ഉത്തമത്തിലാക്കി. നേരത്തെ മരണച്ചുറ്റാണ്, മരണച്ചുറ്റ് മാറ്റിയത് മാത്രമല്ല, ഉത്തമമായ ചുറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. അടുത്തത് സ്ഥാനദോഷം. നമുക്കറിയാം പല കാര്യങ്ങളും. ഇപ്പം ഗേറ്റിന് ഉത്തമമായ സ്ഥാനമുണ്ട്, ദോഷമായ സ്ഥാനമുണ്ട്. പൂജാമുറിക്ക് ഉത്തമവും ദോഷമായ സ്ഥാനമുണ്ട്. അടുക്കളയ്ക്ക് ഉത്തമവും ദോഷമായ സ്ഥാനമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നല്ല സ്ഥാനവും മോശമായ സ്ഥാനവും ഉണ്ട്. അപ്പോൾ അങ്ങനെ മോശമായ സ്ഥാനത്ത് ഏതെങ്കിലും ഇപ്പോൾ സ്റ്റെയർ കേസ് മോശമായ സ്ഥാനത്ത് വരുന്നു, അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് വരുന്നു, അതൊക്കെ നമുക്ക് ആ വീട്ടിൽ താമസിക്കുന്നവർക്കും ദോഷകരമായ അനുഭവം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ സ്ഥാനദോഷം ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്ഷനാണ് നമ്മൾ പിന്നെ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തത് മുറികളുടെ സ്ഥാനദോഷം. മുറികൾ എന്ന് പറയുമ്പം ബെഡ്റൂം ആകാം, അല്ലെങ്കിൽ അടുക്കളയാകാം. അടുക്കള നമുക്കറിയാം തെക്ക് പടിഞ്ഞാറ് അടുക്കള ദോഷമാണ്. വടക്ക് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്കാണ് അടുക്കളയ്ക്ക് ഏറ്റവും നല്ലത്. അഗ്നിമൂലാണ് അടുക്കളയ്ക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ മുറികൾക്ക് ഗുണകരമായ സ്ഥാനമുണ്ട്, ദോഷകരമായ സ്ഥാനമുണ്ട്. അപ്പം കഴിയുന്നതും ഗുണകരമായ സ്ഥാനം കൊടുക്കുക. പിന്നെ ദോഷകരമായ സ്ഥാനത്തുള്ള മുറി മാറ്റാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആ മുറി അവിടെ നിന്ന് ഇപ്പോൾ ടോയ്ലറ്റാണ് ഇരിക്കട്ടെ. ടോയ്ലറ്റ് ഇപ്പം വടക്ക് കിഴക്ക് മറ്റേ ടോയ്ലറ്റ് വരുന്നു. വടക്ക് കിഴക്ക് ടോയ്ലറ്റ് ദോഷമാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ടോയ്ലറ്റ് വന്നാൽ ആ ടോയ്ലറ്റ് അവിടെ നിന്ന് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതിന് പറ്റില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കറക്ഷനുണ്ട്. പക്ഷേ കറക്ഷനൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഈ മുറികളുടെ സ്ഥാനദോഷത്തിൽ പ്രത്യേകിച്ചും വടക്ക് കിഴക്കൊക്കെ വരുന്ന വടക്ക് കിഴക്കൊക്കെ വരുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കറക്ഷൻസാണ്. അതിന് നോക്കാൻ തോന്നും. സ്ഥാനദോഷം, മുറികളുടെ സ്ഥാനദോഷം. ആദ്യമായിട്ട് ആ സ്ഥാനമൊക്കെ മാറ്റുക. മുറികളുടെ സ്ഥാനദോഷത്തിന് ഫസ്റ്റ് ഏറ്റവും നല്ല കഴിഞ്ഞാൽ ആ ദോഷപരമായ സ്ഥാനത്ത് നിന്ന് മാറ്റി നല്ല സ്ഥാനത്ത്, ഉത്തമമായ സ്ഥാനത്തെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, നമുക്ക് എല്ലാ കേസുകളും പറ്റിയെന്ന് വരില്ല, പറ്റുന്ന സ്ഥലത്ത് ആ ദോഷമുള്ള സ്ഥാനത്ത് ഇരിക്കുന്ന ടോയ്ലറ്റിനെ, അതാണ് ബൈ കൺസ്ട്രക്ഷനിൽ കൂടി, നിർമ്മിതിയിൽ കൂടി ആ ടോയ്ലറ്റ് അവിടെ നിന്ന് മാറ്റിയിട്ട് ഉത്തമമായ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ ദോഷം ഏറ്റവും കുറഞ്ഞ സ്ഥാനത്തേക്ക്. ഉത്തമമായ സ്ഥാനം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് എവിടെ വന്നാലും അതുകൊണ്ട് വീട്ടിൽ താമസിക്കുന്ന ഗുണമൊന്നുമില്ല. ടോയ്ലറ്റിന്റെ ദോഷം ഏറ്റവും കുറവുള്ള എവിടെയാണോ, ഉദാഹരണത്തിന് പടിഞ്ഞാറിന്റെ മധ്യം, തെക്കിന്റെ മധ്യം ഒക്കെ ദോഷം കുറവാണ്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ കൊണ്ടുവരിക. അതാണ് മുറികളുടെ സ്ഥാനദോഷത്തിന് സ്ഥാനം മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ പരിഹാര മാർഗം. ഇനി അതിന് പറ്റിയില്ലെങ്കിലാണ് സീലിംഗ് കിറ്റാണ് അടുത്ത ഏറ്റവും നല്ലത്. സീലിംഗ് കിറ്റ് സീലിംഗിൽ ഉറപ്പിക്കുന്ന ഒരു സാധനമാണ് 5 എണ്ണം. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 5 എണ്ണമാണ്. ടോയ്ലറ്റ് ആണെങ്കിൽ ടോയ്ലറ്റിന്റെ 4 മൂലകളിൽ 4 എണ്ണം, നടുക്ക് 1 എണ്ണം. ഇത് 5 ഒരേ ഹൈറ്റിലായിരിക്കണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. 5 സീലിംഗ് കിറ്റ് ഒരേ ഹൈറ്റ്. 9 പിരമിഡ് പോലെ ഇങ്ങനെ കാണും. 9 പിരമിഡ് പോലെ കാണുന്ന ഇതാണ് സീലിംഗ് കിറ്റ്. നമ്മുടെ നേരത്തെ പിന്നെ പോസിറ്റീവ് എനർജി ടൂൾസിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ നോക്കി. അപ്പം നമ്മൾ ഈ സീലിംഗ് കിറ്റിന്റെ പടം നമ്മൾ കാണിച്ചെന്നാണ് എങ്ങനെയായിരിക്കും സീലിംഗ് കിറ്റ് ഇരിക്കുക എന്നുള്ളത്. സീലിംഗ് കിറ്റ് ആൻഡ് ഹെലിക്സ്. ഹെലിക്സ് നമുക്കറിയാം മൂലകളിൽ ടോയ്ലറ്റ് വരുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് വരുന്നു, കന്നിമൂലയിൽ അല്ലെങ്കിൽ ഈശാന്യമൂലയിൽ ടോയ്ലറ്റ് വരുന്നു, അല്ലെങ്കിൽ അഗ്നിമൂലയിൽ ടോയ്ലറ്റ് വരുന്നു. ഇതൊക്കെ നമുക്ക് ദോഷകരമായ സാധനങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ അങ്ങനെ മൂലകളിൽ ടോയ്ലറ്റ് വരുന്നതിന് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഹെലിക്സും നല്ലതാണ്. പക്ഷേ ഏത് ഹെലിക്സിന്റെ ആകൃതിയും ഓരോ മൂലയ്ക്കും ഓരോ ആകൃതിയാണ്, എണ്ണം വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണെന്ന്. പക്ഷെ അതനുസരിച്ച് ഹെലിക്സിന്റെ ആകൃതിയും ഹെലിക്സിന്റെ എണ്ണവും എല്ലാം നമ്മൾ കറക്ഷൻ ചെയ്യുന്നതിനനുസരിച്ച് അതനുസരിച്ച് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. സീലിംഗ് കിറ്റ് അതിൻ്റെ ഒരു ഇത് കാണിക്കുകയാണ്. 5 സീലിംഗ് കിറ്റ് സീലിംഗിൽ ഒട്ടിക്കുന്നതാണ്. മുകളിൽ സീലിംഗിൽ ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ 5 എണ്ണം, 4 മൂലയിൽ 4 എണ്ണം, നടുക്ക് 1 എണ്ണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 5 ഒരേ ലെവലിലായിരിക്കണം.
കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അടുത്തോട്ട് പോവുകയാണ്. കഴിഞ്ഞില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് പറയാം. ഓക്കെ. അടുത്ത ഹെലിക്സ്. ഹെലിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ മൂലകൾക്കും അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പറയണത്. നമുക്ക് അടുത്ത അഡ്വാൻസ് മറ്റേ ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ ആണെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇപ്പം ഇതിനകത്ത് നമ്പർ പറയാൻ നമ്പർ അറിഞ്ഞിരുന്നാൽ മതി. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പഠിക്കണമെങ്കിൽ അടുത്ത കൊല്ലം നമുക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ സിലബസ് ഇല്ല. എന്നാലും ഹെലിക്സ് നമ്മൾ നേരത്തെ ഇതിൽ അതായത് പിന്നെ അനുകൂല ഊർജ്ജ ഉപകരണങ്ങൾ, പോസിറ്റീവ് എനർജി ടൂൾസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഹെലിക്സിനെ പറ്റി പഠിച്ചതാണ്, എങ്ങനെയാണ് ഹെലിക്സ് ഉപയോഗിക്കേണ്ടതൊക്കെ. അത് ഹെലിക്സ് സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ ഏത് മൂലയിലാണ് ഹെലിക്സ് ഉപയോഗിക്കുന്നത് അതനുസരിച്ച് വ്യത്യാസം വരും. സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ അഗ്നിമൂലയിൽ ഉള്ള ഒരു മുറിയിലാണ് ഇപ്പോൾ അഗ്നിമൂലയിൽ ടോയ്ലറ്റ് വന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആണ് ടോയ്ലറ്റ് ഹെലിക്സ് വെച്ച് ആണെങ്കിൽ ഹെലിക്സ് 4 എണ്ണം വേണം. ട്രയാങ്കുലാർ ഷേപ്പ് ആയിരിക്കണം. ട്രയാങ്കുലാർ ഷേപ്പ്, ഈ ഷേപ്പിലുള്ള ഹെലിക്സ് ആയിരിക്കണം. അതുപോലെ 4 എണ്ണം വേണം. ഇനി സൗത്ത് വെസ്റ്റിലാണ് ഹെലിക്സ് കൊടുക്കേണ്ടത്. സൗത്ത് വെസ്റ്റിൽ ഇപ്പോൾ ടോയ്ലറ്റ് സൗത്ത് വെസ്റ്റ് കന്നിമൂല വരുന്നു. അതും അവിടെ മാറ്റാൻ പറ്റാതെ വന്നാൽ അവിടെ ഹെലിക്സ് കൊടുക്കാം. പക്ഷെ അവിടെ ഹെലിക്സിൻ്റെ ഷേപ്പ് സ്ക്വയർ ആയിരിക്കണം. ഇവിടെ കന്നിമൂല ഭൂമിയുടേതാണ്, അപ്പോൾ സ്ക്വയർ ആണ് ഷേപ്പ്. അപ്പോൾ ഹെലിക്സ് സ്ക്വയർ ഷേപ്പ് ആയിരിക്കണം. അവർ 2 എണ്ണം മതി അവിടെ, 2 നമ്പേഴ്സ്. ഇനി അതുപോലെ തന്നെ നമ്മൾ നോർത്ത് വെസ്റ്റിലാണ്. നോർത്ത് വെസ്റ്റിൽ ടോയ്ലറ്റിന് പ്രശ്നമല്ല. നോർത്ത് വെസ്റ്റിൽ ആകാൻ പാടില്ലാത്ത എന്തെങ്കിലും അവിടെ വന്നു എന്നിരിക്കണം. നോർത്ത് വെസ്റ്റിൽ ഒരു നമുക്ക് പിന്നെ നോർത്ത് വെസ്റ്റിൽ വരാൻ പാടില്ല. നോർത്ത് വെസ്റ്റിൽ ഹെലിക്സ് വെച്ച് കറക്റ്റ് ചെയ്യണമെങ്കിൽ നോർത്ത് വെസ്റ്റ് എപ്പോഴും ഇപ്പം 6 അത് സർക്കുലാർ ഷേപ്പാണ്. നോർത്ത് വെസ്റ്റ് ഹെലിക്സ് സർക്കുലാർ ഷേപ്പിലുള്ള ഹെലിക്സ് ആണ്. അത് 6 നമ്പേഴ്സാണ്. ഇതാണ് നോർത്ത് ഈസ്റ്റിലാണ് എന്തെങ്കിലും ദോഷം. നോർത്ത് ഈസ്റ്റ് ടോയ്ലറ്റ് വരുന്നു, അങ്ങനെ നോർത്ത് ഈസ്റ്റ് എന്തെങ്കിലും ടോയ്ലറ്റ് മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർത്ത് ഈസ്റ്റിൽ അത് പിന്നെ ഈ അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഹെലിക്സ് ആണ്. അത് 8 എണ്ണം വേണം. ഇതാണ് അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഹെലിക്സ്. ഈ ഷേപ്പിലുള്ള ഹെലിക്സ് 8 നമ്പേഴ്സ്. കാരണം നമുക്കറിയാം ജലത്തിൻ്റെ സ്ഥലമാണ്, ജലത്തിൻ്റെ ഷേപ്പ് അർദ്ധചന്ദ്രാകൃതിയാണ്. ഇതാണ് ഹെലിക്സിൻ്റെ ഏത് മൂലയ്ക്കാണോ നമ്മൾ ആ കറക്ഷൻ ചെയ്യുന്നത് ആ മൂലയ്ക്ക് അനുസരിച്ചുള്ള ആ ഷേപ്പും അതുപോലെ അതിൻ്റെ എണ്ണവും കറക്റ്റ് ആയിരിക്കണം. ഇതാണ് ആ ഹെലിക്സിൻ്റെ എണ്ണവും ഷേപ്പും. ഇതാണ്. കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. ഇനി അടുത്തത് മുറികളുടെ സ്ഥാനദോഷത്തിനാണ് നേരത്തെ പറഞ്ഞത്. അടുത്തത് കിണറിന്റെ സ്ഥാനദോഷം. 5 സ്ഥാനദോഷമാണ്. അതിൽ മുറികളുടെ സ്ഥാനദോഷം കിണർ. ഇത് ബാത്റൂം മാത്രമാണോ അതോ ബാക്കിയുള്ള റൂമിനത് ഉപയോഗിക്കാം? ഏത് മുറിക്കും. ഇപ്പൊ തെക്ക് പടിഞ്ഞാറ് അടുക്കള വരുന്നിരിക്കട്ടെ, കന്നിമൂല അടുക്കള ദോഷമാണ്, നല്ലതല്ല. ഓക്കെ. അത് മാറ്റാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അവിടെ സൗത്ത് വെസ്റ്റില് സ്ക്വയർ ഷേപ്പിലുള്ള രണ്ട് ഹെലിക്സ് കൊടുക്കാം. അപ്പം ടോയ്ലറ്റ് മാത്രമല്ല, ഏത് തെറ്റായ ഭാഗത്തോ ഏത് മുറി വന്നാലും മുറികളുടെ സ്ഥാനദോഷത്തിന് സീലിംഗ് കിറ്റാണ് ഏറ്റവും ഫസ്റ്റ് ചോയ്സ്. ഏറ്റവും നല്ല സീലിംഗ് കിറ്റ് 2 ഉപയോഗിക്കാം. മൂലകളിൽ മാത്രം ഹെലിക്സ് ഉപയോഗിക്കാം. ഹെലിക്സ് കിഴക്കിന്റെ മധ്യം അടുക്കള വരുന്നത് നല്ലതാണോ സാറേ? വടക്ക് പടിഞ്ഞാറ് അടുക്കള വരികയാണെങ്കിൽ പിന്നെ ഇത് കറക്ഷൻ ആവശ്യമില്ല. തെക്ക് കിഴക്ക് അഗ്നിമൂലയിലും വായുമൂലയിലും അടുക്കള വന്നാൽ കറക്ഷൻ ആവശ്യമില്ല. ബാക്കി എവിടെ വന്നാലും കറക്ഷൻ വേണം. അപ്പം ഇത് അടുത്ത കിണറാണ്. കിണറിന് നമുക്കറിയാം സൗത്ത് ഈസ്റ്റ് കിണർ വരുന്ന വെള്ള ദോഷമാണ്. നോർത്ത് ഈസ്റ്റ് ആണ് ഏറ്റവും നല്ല. നോർത്ത് ഈസ്റ്റിൽ അത്യുത്തമമാണ്, നോർത്തിൽ ഉത്തമമാണ്, വെസ്റ്റിൽ മധ്യമമാണ്. ഈ ഉത്തമമോ മധ്യമോ ആണെങ്കിൽ അതിന് പരിഹാരം ആവശ്യമില്ല. അപ്പം നോർത്ത് ഈസ്റ്റിലോ നോർത്തിലോ വെസ്റ്റിലോ, അതായത് വെസ്റ്റിൻ്റെ മധ്യം പിന്നെ കിണർ വരികയാണെങ്കിൽ പരിഹാരം ആവശ്യമില്ല. ബാക്കി എവിടെ കിണർ വന്നാലും പരിഹാരം ആവശ്യമുണ്ട്. അപ്പം അത് വെൽ കറക്ഷൻ പിരമിഡ്, 4 വെൽ കറക്ഷൻ പിരമിഡ് ഉപയോഗിക്കും. അതുപോലെ തന്നെ മതിൽ കെട്ടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് യൂസിങ് 4 നമ്പേഴ്സ് വെൽ കറക്ഷൻ പിരമിഡ്സ്. അത് കിണറിൻ്റെ 4 വശവും 4 ഈ വെൽ കറക്ഷൻ പിരമിഡ് കുഴിച്ചിടുന്നതാണ്, മണ്ണിൽ കുഴിച്ചിടുന്നതാണ്. അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ കൂടെയുള്ള ഊർജ്ജപ്രവാഹം അപ്രദക്ഷിണ ദിശയിൽ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരത്തക്കോണം വേണം ഈ കിണറിൻ്റെ പിരമിഡ് കുഴിച്ചിടാൻ. ഇത് കിണറാണ്. നോക്കിയോളൂ, അവിടെ ഒരു റൗണ്ട് വരച്ചിരിക്കുന്നു, അത് കിണറാണ്. ഇത് വെൽ. പിരമിഡ് 1 അതിൻ്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നു. 2 കിണറിൻ്റെ 4 ഭാഗവും ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നു. 3 ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നു. 4 ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നു.
അപ്പോൾ നോക്കുക, പിന്നെ പിരമിഡുകളിൽ കൂടിയുള്ള ഊർജ്ജ പ്രവാഹം അപ്രദക്ഷിണ ദിശയിലായിരിക്കും. ക്ലോക്ക് വൈസ് ആവരുത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. അങ്ങനെ വേണം അത് കൊടുക്കാൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കിണറിൻ്റെ ചുറ്റും ഒരു എനർജി ഫീൽഡ് ഉണ്ടാകും. ഈ പിരമിഡിൽ ഇരിക്കുന്ന ഭാഗത്തൂടെ ഒരു എനർജി ഫീൽഡ് ഉണ്ടായിട്ട് ആ എനർജി ഫീൽഡ് അകത്തുള്ള ഈ കിണറിൻ്റെ എനർജിയെ വെളിയിലേക്ക് വരാതെ അവിടെ തടുത്ത് നിർത്തും. അങ്ങനെ ആ നെഗറ്റീവ് എനർജി, തെറ്റായ സ്ഥാനത്ത് കിണർ വന്നതുകൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയെ വീട്ടിലുള്ള ആളുകൾക്ക് ദോഷകരമായ വിധത്തിൽ ഇങ്ങോട്ട് വരാതെ അതിനകത്ത് തന്നെ കണ്ടെയ്ൻ ചെയ്യും. ഇത് ഏതാണ്ട് 50% ദോഷവും ഈ പിരമിഡ് കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ പക്ഷേ ഇത് മാത്രം പോരാ, കാരണം പിന്നെ 50% കിടപ്പുണ്ട്. അപ്പോൾ അതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു മതിൽ പോലെ കെട്ടിയിട്ട് അത് ഒരു 3 അടിയെങ്കിലും ആഴത്തിൽ നിന്ന് വേണം. ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ്റെ എത്ര താഴ്ച വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മിനിമം ഒരു 3 അടിയെങ്കിലും താഴോട്ട് കുഴിയെടുത്തിട്ട് അവിടുന്ന് കെട്ടി വന്നിട്ട് ഈ വെല്ലിൽ നിന്ന് ഉള്ള എനർജി വീട്ടിലോട്ട് വരാതെ ബ്ലോക്ക് ചെയ്യണം. ഇവിടെ നോട്ടെ, അതായത് ഇവിടെ നോക്കാം. അതല്ല, ഇത് വെളിയിൽ കാണുന്ന വാസ്തുമണ്ഡലം, അകത്ത് കാണുന്ന വീട്, ഇത് കിണർ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇത് നോക്കുക. ഇപ്പം ഇവിടുന്ന് ഈ കിണറിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ സപ്പോസ് നമ്മളിങ്ങനെ ഒരു നൂലിങ്ങനെ കെട്ടിന്നിരിക്കട്ടെ, ഒരു കെട്ട നിർബന്ധമില്ല, നൂലിങ്ങനെ കെട്ടിയാൽ അതുപോലെ ഇവിടെയും കെട്ടി. അപ്പോൾ ഈ കിണറിൽ നിന്ന് 4 വാർഡും അതിൻ്റെ എനർജി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 2 ഡോട്ടഡ് ലൈനിന് ഇടയ്ക്കുള്ള എനർജി മാത്രമേ നമ്മുടെ വീട്ടിലോട്ട് വരുള്ളൂ. അപ്പോൾ ആ എനർജിയെ നമ്മൾ ബ്ലോക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മതിൽ കെട്ടുന്ന ഏതാണ്ട് അതിൻ്റെ ഷേപ്പ് ഏതാണ്ട് ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ കെട്ടും. അപ്പോൾ ഇവിടെ ഈ എനർജിയെ ബ്ലോക്ക് ചെയ്യും, ഇപ്പുറത്തോട്ട് വരുന്ന എനർജിയെ ബ്ലോക്ക് ചെയ്യും. കംപ്ലീറ്റ് ഈ കിണറിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കംപ്ലീറ്റ് എനർജിയെ ഈ 2 പിന്നെ ഈ മതിൽ അത് 3 അടി താഴ്ചെന്നെങ്കിലും കെട്ടിക്കൊണ്ട് വരണം. അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കിണറിൻ്റെ എനർജി വീട്ടിലോട്ട് വരാതെ നോക്കും. ഈ 2 കറക്ഷൻ, ഒന്ന് ഇപ്പോൾ ഈ പറഞ്ഞ 2 മതിൽ കെട്ടുക. ഈ മതിൽ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മതിൽ വാസ്തുമണ്ഡലത്തിൻ്റെ അതിർത്തിയിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അവിടെ ഗ്യാപ്പ് വേണം. ഇവിടെ 2 ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതുമായി ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് കഴിഞ്ഞാൽ എൻ്റെ എഫക്റ്റ് പറയും. അപ്പോൾ അതുകൊണ്ട് വാസ്തുമണ്ഡലത്തിൽ അതിർത്തി ടച്ച് ചെയ്യാതെ വേണം ഈ 2 മതിൽ കൊടുക്കാൻ. മതിൽ മണ്ണിൻ്റെ അടിയിലോട്ട് ഒരു 3 അടിയെങ്കിലും താഴ്ച വേണം മിനിമം. ഇതാണ് ആ ഭിത്തി. നമ്മുടെ പിന്നെ ദോഷപരിഹാരത്തിന് വേണ്ടി ചെയ്യുന്ന ഭിത്തിയാണിത്. ഇവിടെ കിഴക്കുവശമാണ് കിണർ വരുന്നതെങ്കിൽ, ഇതിപ്പം തെക്ക് കിഴക്ക് കിണർ വരുമ്പോഴാണ് ഈ ഭിത്തി ഈ ഷേപ്പിൽ വരുന്നത്. കിഴക്കുവശത്ത് ആണ് കിണർ വരുന്നതെങ്കിൽ അവിടെയും നമുക്ക് ഈ പിന്നെ എനർജി ഫീൽഡ് വരും നോക്കണം. അതാണ്ട് ഈ 2 വര, ആ 2 വരയ്ക്ക് ഇടയ്ക്ക് വരുന്ന പിന്നെ ഈ കിണറിൽ നിന്ന് വരുന്ന എനർജിയെ വീട്ടിലോട്ട് വരുള്ളൂ. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്നത് വി ഷേപ്പിലാണ്. നമ്മൾ നോക്കാം, അത് ഈ ഷേപ്പിലാണ് സാധാരണ നമ്മൾ കിണർ വയ്ക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ ഷേപ്പിൽ അത് പിന്നെ വാസ്തുമണ്ഡലത്തിൽ തൊടാതെ ഈ ഷേപ്പിൽ ഇങ്ങനെ ഒരു മണ്ണിനടിയിലോട്ട് 3 അടി താഴ്ചയിൽ കെട്ടി വന്നിട്ട് മണ്ണ് മുകളിലോട്ടൊരു 1 അടി വരെ പൊക്കം വരാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കിണറിൻ്റെ ഇതും ചെയ്ത് നേരത്തെ പറഞ്ഞ 4 പിരമിഡുകൾ, വെൽ കറക്ഷൻ പിരമിഡുകൾ, അതെങ്ങനെ സ്ഥാപിക്കണം നേരത്തെ പറഞ്ഞു. അത് ആ 2 കറക്ഷൻ കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് 100% തെറ്റായ സ്ഥാനത്ത് കിണർ വരുന്നതുകൊണ്ടുള്ള ദോഷം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. വരച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് സൗത്ത് ഈസ്റ്റിൽ കിണർ വന്നു ആദ്യത്തത്, രണ്ടാമത്തെ സൗത്ത് ഈസ്റ്റ് കിണർ വന്നു. 2ൻ്റെയും കാണിച്ചിട്ടുണ്ട്. 2 കൂടെ ഒരുമിച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തത് വീടിനും കിണറിനും ഇടയിൽ കന്യാസ്തുപ സ്ഥാപിക്കുക. പ്രത്യേകിച്ച് കന്നിമൂലയിലാണ് കിണർ വരുന്നതെങ്കിൽ അവിടെ സ്ഥലമുണ്ടെങ്കിൽ വീടിനും കിണറിനും കന്നിമൂലയുള്ള കിണറിനും ഇടയ്ക്ക് സ്ഥലം, കാരണം കന്യാസ്തുപം നമ്മളെപ്പോഴും കന്നിമൂല മാത്രമേ സ്ഥാപിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീടിനും കിണറിനും ഇടയ്ക്ക് സ്ഥലമുണ്ടെങ്കിൽ കന്യാസ്തുപം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ കിണറിലെ നെഗറ്റീവ് എനർജിയെ വീട്ടിലോട്ട് വരാതെ നോക്കും. അത് ഇവിടെ നോക്കുക, ഇത് വീട്, ഇപ്പുറത്തെ കിണർ, ഇത് സൗത്ത് വെസ്റ്റ്. അപ്പോൾ നമ്മൾ കന്യാസ്തുപ ഇങ്ങനെ കന്യാസ്തുപ ഓരോ സ്ഥലത്തോടും ഇത് 4 അടിയാണ്. അപ്പോൾ അല്ല 8 അടി, ഓരോ ഭാഗത്ത് 8 അടി, ഈ 2 അടി വെച്ചാണ് അതിൻ്റെ ഹൈറ്റ്. നമ്മൾ പിന്നെ അനുകൂല ഊർജ്ജ ഉപകരണങ്ങളിൽ കന്യാസ്തുപം പഠിച്ചതാണ്. അപ്പോൾ ഇത് 8 അടിയാണ്. ഒരു വയസ്സ് 8 അടി, ഇത് 8 അടി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വീട്ടിൽ ഈ കിണറിൽ നിന്നുള്ള പിന്നെ
എനർജിയെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യും. നല്ലൊരു വെയിറ്റും വരും. ഏതാണ്ട് 1.5 ലോഡ് കരിങ്കല്ല് വേണം. ഇതിന്റെ വീതി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2-2.5 അടി വരും. കരിങ്കല്ലിട്ട് ചെയ്താണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ട് ചെയ്യാം. കരിങ്കല്ലിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ഉദ്ദേശം ഒരു 1.5 ലോറി, വലിയ ലോറിയിൽ 1.5 ലോറി കരിങ്കല്ല് വേണ്ടി വരും. അപ്പോൾ അത്രയും വെയിറ്റ് അവിടെ വരും. ഈ കിണറിന്റെ വെയിറ്റ്, കിണർ കൊണ്ട് കന്നിമൂല വെയിറ്റ് കുറഞ്ഞത് ഇത് വരുമ്പോൾ ആ വെയിറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യും. ഇതാണ് കന്യാസ്തൂപം. ആണ് നേരത്തെ പഠിച്ചതാണ്. ഈ അനുകൂല ഊർജ്ജ ഉപകരണങ്ങൾ പഠിച്ചപ്പോൾ അത് പഠിച്ചാണ്. കന്യാസ്തൂപവും അതുപോലെ ജലനിധി, അത് രണ്ടും പഠിച്ചാണ്. ജലനിധി എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് ചെയ്യേണ്ടതാണ്. കന്യാസ്തൂപം എപ്പോഴും തെക്ക് പടിഞ്ഞാറേ ചെയ്യുള്ളൂ. കിണറിനെ മൂടി സ്ഥാപിക്കുക. ഇപ്പൊ സാധാരണ കിണറിന് മൂടി ഇടാറില്ല. കാരണം കിണർ ഓപ്പൺ ആയിട്ട് ഇടുന്നത് നല്ല. വെയിലൊക്കെ അകത്ത് കയറിയാൽ തന്നെ അണുക്കളൊക്കെ ഉണ്ടാകാതിരിക്കാനും ചാവാനും ഒക്കെ ഈ അകത്ത് വെയിൽ വരണം. നമ്മൾ കിണറിന് കംപ്ലീറ്റ് ഒരു മൂടിയിട്ട് അടച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ അണുക്കളൊക്കെ കൂടുതൽ രോഗാണുക്കളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അത് ചൂടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അത് പിരിയെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് കിണറിന് മൂടി എപ്പോഴും ഉള്ളതാണ് നല്ലത്. പക്ഷെ മൂടിയുള്ള കിണറാണെങ്കിൽ നമുക്ക് ഇത്തിരി ഓവർ ഹെഡ് വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട്, അതിന് മൂടി കാണും. അപ്പോൾ അങ്ങനെ മൂടി ഉള്ളതാണെങ്കിൽ ദോഷം കുറയും. ദോഷത്തിന് മൂടി ഇല്ലാത്തതാണെങ്കിൽ ദോഷം കൂടും. അപ്പോൾ കിണറിന് മൂടി സ്ഥാപിച്ച് ഇതിന് ദോഷം കുറയ്ക്കാം. ഈ പിന്നെ വലിയ ദോഷത്തിൻ്റെ ശക്തി കുറയ്ക്കാം. ആ മൂടി സ്ഥാപിക്കുന്നത് എവിടെയാണോ മൂടി സ്ഥാപിക്കേണ്ടത് അതിനനുസരിച്ചുള്ള നിറവും ആ ഷേപ്പ് ആകൃതി അതിൻ്റെ ഇതൊക്കെ വേണം. അത് കാണിക്കാം. ഇവിടെ കാണിക്കാറും മൂടി. അത് കിണറിന് മൂടി സ്ഥാപിക്കുകയാണെങ്കിൽ സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ നമ്മൾ മൂടി സൗത്ത് ഈസ്റ്റിൽ അഗ്നിമൂലയിൽ കിണറുണ്ടെങ്കിൽ അതിന് തടി കൊണ്ട് വേണം. കാരണം സൗത്ത് ഈസ്റ്റ് അഗ്നിയുടെ സ്ഥലമാണ്. അപ്പോൾ അഗ്നിക്ക് നല്ലതാണ്. അത് ചുമന്ന നിറവും വേണം. അതിന് അത് തടി കൊണ്ട് മൂടി വെച്ചിട്ട് അതിന് ചുമന്ന പെയിന്റ് അടിച്ചു കൊടുത്താൽ മതി. ആ മൂടിക്ക് ചുമന്ന പെയിന്റ് അടിക്കുക. അതാണ് സൗത്ത് ഈസ്റ്റിൽ തടി കൊണ്ട് ഉള്ള മൂടി വേണം. അതിന് ചുമന്ന നിറവും വേണം. ഇനി സൗത്ത് വെസ്റ്റിലാണെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള മൂടി വേണം. കോൺക്രീറ്റ് കൊണ്ടുള്ള ആ മൂടി അതിന് യെല്ലോ പെയിന്റ് കൊടുക്കണം, കളർ. കാരണം എർത്തിൻ്റെ സ്ഥലമാണ് സൗത്ത് വെസ്റ്റ്. അതാണ് കോൺക്രീറ്റ്, എർത്താണ്. അപ്പോൾ യെല്ലോ കളർ കൊടുക്കണം. അത് മൂടി നമ്മൾ പിന്നെ നോർത്ത് വെസ്റ്റിലാണ് കിണർ വന്ന് അവിടെ മൂടി കൊടുക്കുകയാണെങ്കിൽ മെറ്റൽ കൊണ്ടുള്ള മൂടി കൊടുക്കണം. അത് ബ്ലൂ കളറിൽ വേണം കൊടുക്കാൻ. മെറ്റൽ കൊണ്ട് ബ്ലൂ കളറുള്ള മൂടി. നോർത്ത് ഈസ്റ്റിലെ കിണർ നല്ലതായതുകൊണ്ട് അതിന് കറക്ഷൻ ആവശ്യമില്ല. മറ്റ് 3 മൂലകളിലും നല്ലതല്ല. അപ്പോൾ അതിൻ്റെ കറക്ഷൻ അവിടെ കൊടുത്ത് കിണറിന് മൂടി സ്ഥാപിക്കുകയാണെങ്കിൽ ഇത് വേണം, ഈ കളർ വേണം. പക്ഷെ കിണറിന് കഴിയുന്നത് മൂടി സ്ഥാപിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതെന്ന് വിചാരിക്കുന്നു. അടുത്തിലോട്ട് പോവുകയാണ്. 5C സെപ്റ്റിക് ടാങ്ക്. നമ്മൾ മുറികളുടെ കഴിഞ്ഞു, അതുപോലെ കിണർ കഴിഞ്ഞു. ഇനി 5Aയും 5Bയും. 5C സെപ്റ്റിക് ടാങ്ക് തെറ്റായ സ്ഥാനത്ത് വരികയാണ്. അതിനുള്ള കറക്ഷനാണ്. ഇത് വീട് നോർത്ത് ഈസ്റ്റിൽ ഒരു സെപ്റ്റിക് ടാങ്കിന് ഏറ്റവും മോശമായ സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ഇത് സെപ്റ്റിക് ടാങ്കാണ്, ST. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഒരു സെപ്റ്റിക് ടാങ്ക് വരുന്നു. ഇത് നേരത്തെ നമ്മുടെ കിണറിന് ചെയ്തതുപോലെ ഒരു പിന്നെ സെപ്റ്റിക് ടാങ്ക് കറക്ഷൻ പിരമിഡ് ചുറ്റും വയ്ക്കാം, 4 വശവും വയ്ക്കാം. അതുപോലെ തന്നെ മതിൽ കെട്ടി ഈ സെപ്റ്റിക് ടാങ്കിനെയും വീടിനെയും വേർതിരിക്കുകയും ചെയ്യാം. ആ മതിൽ നോർത്ത് ഈസ്റ്റിലോ സൗത്ത് ഈസ്റ്റിലൊക്കെ വരുന്ന മതിലാണെങ്കിൽ നമുക്ക് V ഷേപ്പ് മതി, അല്ലെ എൽ ഷേപ്പ് മതി. മറ്റേ സെൻറ്ററിലാണ് ഈസ്റ്റിലൊക്കെയാണ് സെപ്റ്റിക് ടാങ്ക് വരികയാണെങ്കിൽ ഒരു V ഷേപ്പാണ്. എപ്പോഴും നമ്മൾ നേരത്തെ കണ്ടതാണ് ആ ഷേപ്പ്. അതുപോലെ ചെയ്താൽ മതി. അതായത് ഇപ്പം ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇതിന് ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വരുന്ന എനർജി, ആ നെഗറ്റീവ് എനർജി, ഈ 2 ഡോട്ടർ ലൈനകത്ത് വരുന്ന എനർജി നമ്മുടെ വീട്ടിലോട്ട് വരുള്ളൂ. അപ്പോൾ അതിനെ വേണം ബ്ലോക്ക് ചെയ്യാൻ. അപ്പോൾ അതിന് നമ്മളിങ്ങനെ ഒരു മതിൽ കെട്ടുന്നു. അത് എൽ ഷേപ്പിലാണ്. ഇപ്പോൾ ഇത് നോർത്ത് ഈസ്റ്റ് മൂലയായതുകൊണ്ട് എൽ ഷേപ്പിൽ ഇങ്ങനെ മതിൽ, ഏതാണ്ട് എൽ ഷേപ്പിൽ ഇങ്ങനെ മതിൽ കെട്ടുന്നു. അപ്പോൾ അതിനെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യാം. മതിലിന് മണ്ണിന് താഴോട്ട് ഏറ്റവും കുറഞ്ഞത് 3 അടിയെങ്കിലും താഴ്ച വേണം. ഇപ്പോൾ പുസ്തകത്തിലുണ്ട്. ഇത് ആ ഭിത്തിയാണ്, അതായത് കറക്ഷന് വേണ്ടി ചെയ്ത ഭിത്തിയാണ്, വാൾ. ഇവിടെ നോക്കുക. ഇവിടെ കിഴക്ക് വശത്താണ് സെപ്റ്റിക് ടാങ്ക് വരുന്നതിരിക്കട്ടെ. ഈസ്റ്റിൽ സെപ്റ്റിക് ടാങ്ക് വരുന്നു. ഇവിടെ സെപ്റ്റിക് ടാങ്ക് ഇത് അതിന് വ്യത്യാസം വരുന്നത് ഈ മതിൽ കെട്ടുന്നതിൻ്റെ ഷേപ്പിലാണ്. അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ എനർജി ഫീൽഡ് വരുന്നത്. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു V ഷേപ്പിലുള്ള ഇങ്ങനെയാണ് അതിനെ മതിൽ കെട്ടുന്നത്.
ഈ മതിലിൻ്റെ ഈ മൂന്ന് ഭാഗത്തിനും മണ്ണിന് താഴേക്ക് 3 അടി മിനിമം താഴ്ച വേണം. ഇതാണ് വാള്. പിന്നെ സെപ്റ്റിക് ടാങ്ക് കറക്ഷൻ പിരമിഡ് 4 എണ്ണം 4 ചുറ്റും. അത് ഇവിടെയും വേണം, ആദ്യത്തിലും വേണം. സെപ്റ്റിക് ടാങ്ക് കറക്ഷൻ പിരമിഡ് 4 മൂല 4 എണ്ണം. അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അപ്രദക്ഷിണ ദിശയിൽ ഊർജ്ജപ്രവാഹം വരത്തക്കോണം വേണം 4 വശത്തുമുള്ള പിരമിഡ് സ്ഥാപിക്കാൻ. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ സെപ്റ്റിക് ടാങ്കിനും ഉള്ള ഇതാവും. സെപ്റ്റിക് ടാങ്കിന് ഇപ്പോൾ നമ്മളിത് ഭിത്തികളുടെ ഷേപ്പേ വ്യത്യാസമുള്ളൂ, മറ്റേ സെയിമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കാം. പുസ്തകത്തിലുണ്ടത് 4 സെപ്റ്റിക് ടാങ്ക് കറക്ഷൻ പിരമിഡ് സെപ്റ്റിക് ടാങ്കിൻ്റെ 4 വശവും സ്ഥാപിക്കണം. അത് പുസ്തകത്തിലുണ്ടോ, നേരത്തെ കാണിച്ചു, എങ്ങനെയാണെന്ന് കാണിച്ചു. അതുപോലെ സെയിം, വ്യത്യാസമൊന്നുമില്ല. ഇതിന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ അടുത്തതിലോട്ട് പോവാണ്. ഓക്കെ, സെപ്റ്റിക് ടാങ്ക് കറക്ഷൻ പിരമിഡ് ഇവിടെ പറഞ്ഞാണ്, ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് ഇവിടെ. നേരത്തെ ഇവിടെയാണ് സെപ്റ്റിക് ടാങ്ക് പിരമിഡ് 4 എണ്ണം. 1, 2, 3, 4. ഡയറക്ഷൻ അവിടെ 4 നമ്പേഴ്സ്. സെപ്റ്റിക് ടാങ്ക് കറക്ഷൻ പിരമിഡുകൾ 4 നമ്പേഴ്സ്. ആ ഡയറക്ഷൻ അതിന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എനർജി ഫ്ലോ വരണം. ഇതാണ് ഡയറക്ഷൻ. ഇതും മറ്റേ മതിലും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 100% ദോഷം പരിഹരിക്കാം. കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ, പൂജാമുറി. അടുത്തത് പൂജാമുറി തെറ്റാ. പൂജാമുറിക്ക് നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് ആണ് ഏറ്റവും നല്ലത്, സൗത്ത് വെസ്റ്റും കൊള്ളാം. ഏറ്റവും മോശം സൗത്ത് ഈസ്റ്റ് ആണ്, അഗ്നിമൂലയാണ് ഏറ്റവും മോശം. അതിന് സീലിംഗ് കിറ്റാണ് ഏറ്റവും നല്ല പരിഹാരം. പിന്നെ വേറെ ഈ ഹെലിക്സ് കോർണർ വരികയാണ്. ഇപ്പോൾ പിന്നെ സൗത്ത് ഈസ്റ്റ് പൂജാമുറി വരുന്നു, മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് സീലിംഗ് കിറ്റും ഹെലിക്സും വയ്ക്കാം. പക്ഷേ സൗത്ത് ഈസ്റ്റിലായതുകൊണ്ട് ട്രയാങ്കുലർ ഹെലിക്സ് 4 എണ്ണം. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, സൗത്ത് ഈസ്റ്റിലുള്ള ഹെലിക്സ് ട്രയാങ്കുലർ ആയിരിക്കണം, 4 എണ്ണം ആയിരിക്കണം. ഇത് പൂജാമുറിയാണെങ്കിൽ ഇത് പൂജാമുറിയുടെ സൈഡിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല. അതായത് പൂജാമുറിയും ഒരു ഭിത്തിയുടെ ഒരു വശത്ത് ടോയ്ലറ്റും മറ്റേ വശത്ത് പൂജാമുറി ആകാൻ പാടില്ല. അല്ലെങ്കിൽ പൂജാമുറിയും ടോയ്ലറ്റോടെ ഒരു കോമൺ വാൾ വരാൻ പാടില്ല. ഇത് നല്ല അല്ലേ ദോഷമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നടുക്കലത്തെ ഈ വാളിനെ, പൂജാമുറിയുടെയും ടോയ്ലറ്റിൻ്റെ ഇടയ്ക്കുള്ള വാളിനെ ഡബിൾ വാളാക്കണം. ഒരു വാൾ കൂടെ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഒരു വാൾ കൂടെ, ആ ചുവന്ന നിറത്തിൽ കാണുന്നതിൻ്റെ കറക്ഷനാണ്. നമ്മൾ ഒരു ഭിത്തിയും കൂടെ ഇവിടെ കിട്ടുന്നു. അപ്പോൾ ഇത് തമ്മിൽ ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പും വേണം, തമ്മിൽ തൊടാൻ പാടില്ല. ചെറിയൊരു എയർ ഗ്യാപ്പ് വേണം. അത് മിനിമം 3 സെൻറ്റിമീറ്റർ, 1 അംഗുലം 3 സെൻറ്റിമീറ്റർ എങ്കിലും ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ഈ ഒരു ഭിത്തി ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഡബിൾ വാൾ, ഇതിന് ഡബിൾ വാൾ എന്ന് പറയും, ചില ക്യാവിറ്റി വാൾ എന്ന് പറയും. ഇടയ്ക്കൊരു ക്യാവിറ്റി ഉള്ളതുകൊണ്ട് ക്യാവിറ്റി വാൾ എന്ന് പറയും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഉള്ള എയർ ചൂട് കാലത്ത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി മുകളിൽ ഒരു ചെറിയ ഹോളി, ഈ പൂജാമുറിയുടെ സ്ഥലത്തോട്ട് വരരുത്, അടുക്കളയുടെ ടോയ്ലറ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഹോൾ മുകളിലായിട്ട് കിട്ടാൽ മതി. ഈ ഭിത്തിയിൽ ഒരു 1 സെൻറ്റിമീറ്ററോ ചെറിയൊരു ഹോള് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തെ എയർ എക്സ്പാൻഡ് ചെയ്യുമ്പം, ചൂട് കൊണ്ട് എക്സ്പാൻഡ് ചെയ്താൽ ആ ചെറിയ ഹോളിൽ കൂടെ അങ്ങ് വെളിയിലോട്ട് പൊക്കോളും. അതുപോലെ തണുപ്പാകുമ്പോൾ വെളിയിൽ നിന്നുള്ള എയറിനെ അകത്തോട്ട് വലിച്ചെടുത്തോളും. അപ്പോൾ അതിനൊരു ബ്രീത്തിങ് അത് വരും. അപ്പോൾ ഇത് പൂജാമുറിയും ടോയ്ലറ്റും അടുത്തടുത്ത് വരികയാണെങ്കിൽ ഡബിൾ വാൾ ചെയ്യാം. പിന്നെ അത് മാത്രം പോരാ, ഈ 2 മുറിയിലും, അതായത് പൂജാമുറിയിലും ടോയ്ലറ്റിലും സീലിംഗ് കിറ്റും വെക്കണം. അതിൻ്റെ എനർജി കൂട്ടണം. ഡബിൾ വാൾ ടോയ്ലറ്റും പൂജാമുറി അടുത്തടുത്ത് വന്നാൽ ഏറ്റവും ഫസ്റ്റ്, അതിൻ്റെ ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ കറക്ഷൻ എന്ന് പറയുന്നത് ഡബിൾ വാൾ ചെയ്യുകയാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഡബിൾ വാൾ. ഇത് കൂടാതെ 2 മുറികളിലും സീലിംഗ് കിറ്റ് ചെയ്യണം. അത് പുസ്തകത്തിലുണ്ടാകും. സീലിംഗ് കിറ്റിനെ പറ്റി നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്ത പടം. ഈ 2 സീലിംഗ് കിറ്റ് ടോയ്ലറ്റിലും വെക്കണം, പൂജാമുറിയിലും വെക്കണം. 5 സീലിംഗ് കിറ്റ് വെക്കട്ടെ. ഇതിനകത്ത് 4 മൂലകൾ 4 നടുക്കൊരെണ്ണം. ഇതിവിടെയും 4 മൂലകൾ 4 നടുക്കൊരെണ്ണം. 2 മുറികളിലും സീലിംഗ് കിറ്റ് വെക്കണം. സീലിംഗ് കിറ്റ് വയ്ക്കുന്നതൊക്കെ പുസ്തകത്തിൽ വിവരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രത്യേകം ഇതിനകത്ത് ഡ്രോയിങ് വരയ്ക്കാത്തത്. നമ്മൾ നേരത്തെ എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇല്ല. അപ്പം അടുത്തത് സാറേ, ഈ വാതിൽ വരുന്ന ദിക്കിന് വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം സാറേ? വാതിൽ വരുന്ന ഏതിന്റെ വാതില്? അത് പൂജാമുറിയുടെ വാതിലേ
തെക്കുന്ന് വരുന്നതിന്റെ ഒരു പ്രശ്നം വരുള്ളൂ സാർ. ആ പൂജാമുറി തെക്കുവശത്തോട്ട് പൂജാമുറിക്ക് വാതിൽ വരാൻ പാടില്ല എന്നാണ്. തെക്കുവശത്ത് വാതിൽ വരികയാണെങ്കിൽ മാറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അവിടുത്തെ വാതിൽ എടുത്ത് അവിടെയൊക്കെ കെട്ടി അടച്ചിട്ട് മറ്റേതെങ്കിലും വശത്തോട്ട് വാതിൽ വയ്ക്കുക സൗകര്യം എന്ന് വെച്ചാൽ ആ വശത്തോട്ട് വാതിൽ വയ്ക്കുക. അതാണ് ഏറ്റവും നല്ല പ്രതിവിധി അതിന്. അതല്ല അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് വാതിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മാക്സിമം ആ മുറി എനർജൈസ് ചെയ്യാം. പൂജാമുറി പിന്നെ സീലിംഗ് കിറ്റ് വയ്ക്കാം. പൂജാമുറി എത്രത്തോളം എനർജൈസ് ചെയ്യാം. മൂലയിലുള്ള പൂജാമുറി ആണെങ്കിൽ ഏത് മൂലയാണോ അതിനനുസരിച്ചുള്ള ഹെലിക്സ് വയ്ക്കാം. അങ്ങനെ മാക്സിമം എനർജൈസ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് പൂജാമുറിയുടെ വാതിൽ തെക്കുവശം അതിന് പ്രത്യേക ഒരു കറക്ഷൻ ഇല്ല. പിന്നെ ടോട്ടൽ ഇപ്പോൾ നമ്മളിപ്പോൾ വീടിന് പിന്നെ രത്നസ്ഥാപനമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു മഹാദോഷമല്ല. അപ്പം അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഏറ്റവും നല്ലൊരു ഇതാണ് ഈ വീടിന് രത്നസ്ഥാപനം ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ രത്നസ്ഥാപനം ചെയ്യുമ്പോൾ ഹൈലി പോസിറ്റീവ് ആവും വീട്. ഒരുമാതിരിപ്പെട്ട ദോഷങ്ങളൊക്കെ അതിനകത്ത് അങ്ങ് ഇല്ലാതാവും. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. ഇത് പൂജാമുറിയുടെ മുകളിൽ താഴത്തെ നില പൂജാമുറി, മുകളിലത്തെ നില ടോയ്ലറ്റ്, അതും പാടില്ല. ഇങ്ങനെ താഴത്തെ നില ഇതിപ്പം എലിവേഷനാണ് കാണിച്ചിരിക്കുന്നത്. താഴത്തെ നില പൂജാമുറിയും മുകളിലത്തെ നില ടോയ്ലറ്റുമായിട്ട് വരുന്ന ദോഷമാണ്. അപ്പം ഇങ്ങനെ വരികയാണെങ്കിൽ എൻ്റെ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പൂജാമുറിയുടെ സീലിംഗിൽ ഒരു ഫാൾ സീലിംഗ് ചെയ്യണം. ഇവിടെ ഒരു ഫാൾ സീലിംഗ്, അപ്പോൾ ഒന്നുകൂടെ ഒരു പ്രൊട്ടക്ഷൻ വരും. അപ്പോൾ ഒരു ഫാൾ സീലിംഗ് ചെയ്യണം. എന്നിട്ട് പൂജാമുറിയിലും ടോയ്ലറ്റിലും സീലിംഗ് ഇറ്റ് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ എനർജി കൂട്ടാൻ ഇപ്പം മാറ്റുന്നതാണ് നല്ലത്. ഈ ടോയ്ലറ്റ് ഇതിലേതെങ്കിലും ഒന്ന് അവിടെ നിന്ന് മാറ്റാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. മാറ്റാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഈ പൂജാമുറിയുടെ സീലിംഗിൽ ഒരു ഫാൾ സീലിംഗ് വെക്കുകയും ടോയ്ലറ്റിലും പൂജാമുറിയിലും രണ്ടിടത്തും സീലിംഗ് കിറ്റ് സ്ഥാപിക്കുകയും ചെയ്യണം. ഇവിടെ ഇപ്പം ആ പച്ച നിറത്തിൽ കാണുന്നത്, നീല നിറത്തിൽ കാണുന്നത് ഫാൾ സീലിംഗ് ആണ്. ഫാൾ സീലിംഗ് അതിൽ പിരമിഡ് വയ്ക്കുക. അതിനനുസരിച്ച് ആ ഫാൾ സീലിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സീലിംഗ് കിറ്റ് സ്ഥാപിക്കുക നല്ലതാണ്. ഇപ്പം ഇത് പിരമിഡാണ് കാണിച്ചേക്കുന്നത്. പിരമിഡ് വേണമെന്നില്ല. പിരമിഡാകുമ്പോൾ കോസ്റ്റ് കൂടും. സീലിംഗ് കിറ്റ് ആയാലും ആൾമോസ്റ്റ് സെയിം എഫക്റ്റ് കിട്ടും. ഇതിപ്പോൾ 5 പിരമിഡുകൾ വയ്ക്കണം എന്നുള്ളതാണ്. അതിനൊരു 5 സീലിംഗ് കിറ്റ് വെച്ചാൽ മതി. ഓർ നിങ്ങൾ വരികയാണെങ്കിൽ പിരമിഡ് 5 നമ്പേഴ്സ് ഓർ സീലിംഗ് കിറ്റ് 5 നമ്പേഴ്സ് എഴുതി കൊടുക്കും. 5 പിരമിഡുകളോ അല്ലെങ്കിൽ 5 സീലിംഗ് കിറ്റോ സ്ഥാപിക്കണം. ഈ ഫാൾ സീലിംഗ് വയ്ക്കുന്നതിന് മുമ്പ് അത് സീലിംഗിൽ വെച്ചിട്ട് വേണം ഫാൾ സീലിംഗ് വെക്കാൻ. ഓർ സീലിംഗ് എഴുതിയിട്ടുണ്ട്. പിരമിഡ് 5 നമ്പേഴ്സ് ഓർ സീലിംഗ് ഇറ്റ്. പിരമിഡിന് വല്ല കോസ്റ്റ് കൂടും. ഏതാണ്ട് അതേ എഫക്റ്റ് കിട്ടും സീലിംഗ് കിറ്റും. സീലിംഗ് കിറ്റ് വെച്ചാലും അത് സീലിംഗ് കിറ്റാണ് പിരമിഡിനൊക്കെ അപേക്ഷിച്ച് വില വളരെ കുറവാണ്. അതുപോലെ പിരമിഡ് പിന്നെ സ്ഥാപിക്കണമെങ്കിലും അത് 2-3 പ്രാവശ്യം എനർജൈസ് ചെയ്തിട്ടൊക്കെ സ്ഥാപിക്കണം. അതിനൊക്കെ നമുക്ക് പൈസയാവും, ചിലവാകും. സൈറ്റ് വെച്ച് എനർജൈസ് ചെയ്യേണ്ടി വരും പിരമിഡ്. സീലിംഗ് കിറ്റ് അങ്ങനെ വേണ്ട. ഇതിന് വേറെ സംശയമൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു. അടുത്തിലോട്ട് പോവുകയാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അടുത്ത അടുക്കള. തെറ്റായ സ്ഥാനത്ത് അടുക്കള വന്നാൽ സൗത്ത് ഈസ്റ്റിൽ ആണെങ്കിൽ പിന്നെ അടുക്കളയ്ക്ക് ഏറ്റവും നല്ലത് സൗത്ത് ഈസ്റ്റ് അടുക്കളയ്ക്ക് ദോഷമില്ല, ഏറ്റവും നല്ലതാണ് ടിക്ക് ചെയ്തേക്കുന്നത്. സൗത്ത് ഈസ്റ്റ് അടുക്കളയ്ക്ക് ഏറ്റവും നല്ലതാണ്. നോർത്ത് വെസ്റ്റും ഓക്കെയാണ്. സൗത്ത് വെസ്റ്റ് ആണ് ഏറ്റവും മോശം. സൗത്ത് വെസ്റ്റ് അടുക്കള പാടില്ല എന്നാണ്. അടുക്കളയ്ക്ക് ഏറ്റവും മോശമായ സ്ഥാനമാണ് കന്നിമൂല. അതിന് മാറ്റാൻ പറ്റില്ല. സൗത്ത് വെസ്റ്റ് അടുക്കള കൊണ്ട് മാറ്റാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതിന് സീലിംഗ് കിറ്റ് വയ്ക്കാം. പിന്നെ സൗത്ത് വെസ്റ്റിലായതുകൊണ്ട് ഹെലിക്സ് ട്രയാങ്കുലർ അല്ല സ്ക്വയർ ഹെലിക്സ് 2 എണ്ണം, സമചതുര ആകൃതിയിലുള്ള ഹെലിക്സ് 2 എണ്ണം. ഹെലിക്സ് സമചതുരം 2 നമ്പേഴ്സ്. ഹെലിക്സിൻ്റെ ഒരു പടമാണ് ഈ കൊടുത്തേക്കുന്നത്. ഏറ്റവും മുകളിൽ കാണുന്ന ട്രയാങ്കുലർ ഹെലിക്സ്, റൈറ്റ് സൈഡിൽ കാണുന്നത് സർക്കുലർ ഹെലിക്സ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ക്വയർ ഹെലിക്സ്. ഇത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. കതകിൻ്റെ അടുത്തായിട്ട് ഭിത്തിയിലാണ് ഒട്ടിക്കേണ്ടത്.
ഇത് കൂടാതെ ഇതുകൊണ്ട് മറ്റേ അർദ്ധചന്ദ്രാകൃതിയിലുള്ള ക്രസൻ, ഇംഗ്ലീഷിൽ അതിന് ക്രസൻ ഷേപ്പ് എന്ന് പറയും. ക്രസൻ ഷേപ്പിലുള്ള ഹെലിക്സും ഉണ്ട്. ഇത് സമയത്തിലെ ആരോ കാണിച്ചത് സമയത്തിൽ 2 എണ്ണമാണ് നമുക്ക് അടുക്കള തെക്ക് പടിഞ്ഞാറാണ് വേണ്ടത്. തെക്ക് കിഴക്കല്ലാതെ മറ്റെവിടെ അടുക്കള വന്നാലും പ്രസ്തുത ഭാഗം തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും ആവശ്യമില്ല. വടക്ക് പടിഞ്ഞാറ് മധ്യമമാണ്. തെക്ക് കിഴക്ക് ഉത്തമവും വടക്ക് പടിഞ്ഞാറ് മധ്യമവുമാണ് അടുക്കളയ്ക്ക്. അവിടെ രണ്ടിടത്തും പരിഹാരം ആവശ്യമില്ല. വേറെ എവിടെ വന്നാലും പ്രസ്തുത ഭാഗം പരമാവധി എനർജൈസ് ചെയ്യണം, ഊർജ്ജവൽക്കരിക്കണം. അപ്പോൾ ഇതിനകത്ത് ചെറിയ കറക്ഷനുണ്ട്. എഴുതിയൊക്കെ തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും അല്ലാതെ എന്നാക്കണം. തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും അല്ലാതെ മറ്റെവിടെ അടുക്കള വന്നാലും പ്രസ്തുത ഭാഗം പരമാവധി ഊർജ്ജവൽക്കരിക്കുക എന്ന് എഴുതുക. വടക്ക് പടിഞ്ഞാറ് അടുക്കളയ്ക്കും കറക്ഷൻ ആവശ്യമില്ല. കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ആരും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ. നമ്മൾ ഇപ്പം ഇതിനകത്ത് ഈ തെക്ക് പടിഞ്ഞാറ് അടുക്കള വന്നു കഴിഞ്ഞാൽ അതുപോലെ കഴിയുന്നത് നമ്മൾ തെക്ക് തെക്ക് കിഴക്ക് അല്ല തെക്ക് പടിഞ്ഞാറ് അടുക്കള വന്നാൽ തെക്ക് പടിഞ്ഞാറിനെയും അതിന് നേരെ എതിരെയുള്ള വടക്ക് കിഴക്കിനെയും എത്രത്തോളം എനർജൈസ് ചെയ്യാമോ എനർജൈസ് ചെയ്യുന്നത് നല്ലതാണ്. മാക്സിമം എനർജൈസ് ചെയ്യുക. ഇപ്പം വടക്ക് കിഴക്ക് കിണർ സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കിണർ വയ്ക്കുക, അല്ലെങ്കിൽ ബോർവെൽ വയ്ക്കുക, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് നല്ല വെയിറ്റ് ഉള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാമെങ്കിൽ അത് ചെയ്യാം. രണ്ടാമത്തെ ഒരു നില തെക്ക് പടിഞ്ഞാറ് ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാൻ നല്ലൊരു വെയിറ്റ് വരും. അപ്പോൾ അങ്ങനെ തെക്ക് പടിഞ്ഞാറ് നല്ല വെയിറ്റ് വരാൻ സാധ്യതയുള്ള എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുക. അതെല്ലാം തെക്ക് പടിഞ്ഞാറ് അടുക്കളയ്ക്ക് ഉള്ള പരിഹാരങ്ങളായിട്ട് വരും. പോസിറ്റീവ് എനർജി വരുന്നതാണ്. ഈ തെക്ക് പടിഞ്ഞാറ് അടുക്കള വരുമ്പോഴുള്ള നെഗറ്റീവ് എനർജി തെക്ക് പടിഞ്ഞാറ് നമ്മൾ പോസിറ്റീവ് എനർജി കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാം. വടക്ക് കിഴക്ക് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള പോസിറ്റീവ് എനർജി എങ്ങനെ ചെയ്യാതെ നോർത്ത് ഈസ്റ്റിൽ ആണെങ്കിൽ നോർത്ത് ഈസ്റ്റ് നമുക്കൊരു കിണർ സ്ഥാപിക്കാം. അല്ലെങ്കിൽ ജലനിധി, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നോർത്ത് ഈസ്റ്റ് ജലനിധി എങ്ങനെയാണ്, എന്താണ് ജലനിധി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അർദ്ധചന്ദ്രാകൃതിയിൽ മാർബിൾ കൊണ്ട് അർദ്ധചന്ദ്രാകൃതിയിൽ ഒരു ടാങ്ക് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ പിന്നെ വെള്ളം ഫൗണ്ടൻ എപ്പോഴും ഓൺ ചെയ്ത് വെക്കുക. രാവിലെ വൈകുന്നേരം ഓൺ ചെയ്ത് വെച്ചേക്കാമെങ്കിൽ വെള്ള മാർബിളും വേണം. അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ജലനിധി. അത് ജലനിധി നോർത്ത് ഈസ്റ്റ് നല്ലതാണ്. അതുപോലെ ടേബിൾ ടോപ്പ് ഫൗണ്ടൻ വടക്ക് കിഴക്ക് വരുന്ന മുറിയുടെ വടക്ക് കിഴക്കേ മൂലയിൽ ഈ ടേബിൾ ടോപ്പ് ഫൗണ്ടൻ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പ്ലഗ് കൊടുത്ത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഒരു ഫൗണ്ടൻ പോലെ വീണുകൊണ്ടിരിക്കും. സീലിംഗ് കിറ്റ് നോർത്ത് ഈസ്റ്റിൽ അത് എവിടെയായാലും എവിടെ തെറ്റായ ഇത് വന്നാലും സീലിംഗ് കിറ്റ് എനർജൈസ് ചെയ്യുക, ആ മുറി എനർജൈസ് ചെയ്യും. സൗത്ത് വെസ്റ്റിനെ എനർജൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള പറഞ്ഞാൽ കന്യാസ്തവം നമ്മൾ നേരത്തെ കണ്ടാണ്, കന്യാസ്തവം ചെയ്യാം. അതുപോലെ സീലിംഗ് കിറ്റ് സ്ഥാപിക്കുക. അത് എവിടെ വന്നാലും സീലിംഗ് കിറ്റ് എനർജൈസ് ചെയ്യും. പരമാവധി പൊക്കവും ഭാരവും കൊടുക്കുക സൗത്ത് വെസ്റ്റിൽ. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ. അടുത്ത 5F ടോയ്ലറ്റ്. സാധാരണ മറ്റുള്ള പരിഹാരങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ടോയ്ലറ്റിലെ കണക്ഷനൊക്കെ കുറച്ച് കോസ്റ്റ് കൂടുതൽ പോയി. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റില് സൗത്ത് ഈസ്റ്റില് നോർത്തിലൊക്കെ ടോയ്ലറ്റ് വന്നാൽ കൂടുതലാണ്. നോർത്ത് ഈസ്റ്റിലെയും ടോയ്ലറ്റൊക്കെ വന്നാൽ കറക്ഷന് വെള്ളിയൊക്കെ വേണം, സിൽവറൊക്കെ വേണം. അപ്പോൾ സിൽവറിനൊക്കെ കുറച്ച് നല്ല കോസ്റ്റാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കോസ്റ്റ് കൂടിയ കറക്ഷനാണ് അതൊക്കെ. ഇപ്പോൾ സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് ഈ 3 സ്ഥലത്തും ടോയ്ലറ്റ് വരികയാണെങ്കിൽ സൗത്തിൽ നമുക്കറിയാം സൗത്തിൻ്റെ മധ്യം, വെസ്റ്റിൻ്റെ മധ്യം. അപ്പോൾ ഇതൊക്കെ ടോയ്ലറ്റിന് ദോഷമില്ലാത്ത സ്ഥലങ്ങളാണ്. നോർത്ത് വെസ്റ്റിലെ ടോയ്ലറ്റ് വന്നാൽ ഈ 3 സ്ഥലത്തും ടോയ്ലറ്റിന് പരിഹാരം ആവശ്യമില്ല. സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് ഓക്കെയാണ്. അപ്പോൾ അവിടെ പരിഹാരം ആവശ്യമില്ല. നോർത്ത് ഈസ്റ്റാണ് ഏറ്റവും ദോഷം. ടോയ്ലറ്റിന് ഏറ്റവും ദോഷമുള്ള ഏറ്റവും മോശമായ സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ്. സൗത്ത് വെസ്റ്റിലും ടോയ്ലറ്റ് നല്ല ദോഷമാണ്. അതിന് നമുക്ക് സൗത്ത് വെസ്റ്റ് ടോയ്ലറ്റ് എന്നാൽ സീലിംഗ് കിറ്റ് വയ്ക്കാം, പിന്നെ ഹെലിക്സ് വയ്ക്കാം. ഹെലിക്സ് സൗത്ത് വെസ്റ്റിനാകുമ്പം സ്ക്വയർ ഷേപ്പിൽ 2 എണ്ണം. സീലിംഗ് കിറ്റ് ഹെലിക്സ് സമചതുരം 2 എണ്ണം.
നോർത്ത് ഈസ്റ്റിൽ, സൗത്ത് ഈസ്റ്റിൽ, നോർത്ത് ഈസ്റ്റ്, സി എന്ന് പറഞ്ഞാൽ സെൻറ്റർ, അതായത് ബ്രഹ്മസ്ഥാനം. ഈ 5 സ്ഥലത്ത് എവിടെയെങ്കിലും ടോയ്ലറ്റ് വന്നാൽ അത് മഹാദോഷത്തിൽ വരുന്നത്. ഇത് നമ്മൾ മഹാദോഷം, ഈ 5 എണ്ണവും വരുന്നത് നമുക്ക് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷപരമായ സ്ഥലങ്ങളാണ്. പക്ഷെ ഇതിന് ടോയ്ലറ്റ് വരികയാണെങ്കിൽ നമുക്ക് നോർത്ത് ഈസ്റ്റിലെ ടോയ്ലറ്റ് നമ്മൾ രത്നസ്ഥാപനം ചെയ്യുക. അതായത് ഇത് സീലിംഗിറ്റും ഹെലിക്സും വയ്ക്കാം. ഹെലിക്സ് നോർത്ത് ഈസ്റ്റിലാണ് വയ്ക്കുന്നതെങ്കിൽ അർദ്ധചന്ദ്രാകൃതിയിലുള്ള 8 ഹെലിക്സ് വെക്കണം നോർത്ത് ഈസ്റ്റിൽ. സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ ട്രയാങ്കുലർ ഷേപ്പിലുള്ള 4 എണ്ണം വെക്കണം. നോർത്തിലും ഈസ്റ്റിലും സെൻറ്ററിലും ഹെലിക്സ് വേണ്ട, കാരണം ഹെലിക്സ് കോർണറിൽ മാത്രമേ വയ്ക്കുകയുള്ളൂ. വടക്കിൻ്റെ മദ്യം, കിഴക്കിൻ്റെ മദ്യം, ബ്രഹ്മസ്ഥാനം അത് മധ്യമാണ്. അപ്പോൾ അവിടെ അത് കോർണറല്ല. അപ്പം ആ 3 സ്ഥലത്തും ഹെലിക്സ് ആവശ്യമില്ല. 100% പരിഹാരത്തിന് ടോയ്ലറ്റ് ഇവിടെ വന്നാൽ നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സെൻറ്റർ ഇവിടെ എവിടെയെങ്കിലും ടോയ്ലറ്റ് വന്നാൽ ഏറ്റവും ദോഷമുള്ള സ്ഥലങ്ങളാണ്. അതിൽ 100% അതിന് പരിഹാരം മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും നല്ല 100% പരിഹാരത്തിന് സീലിംഗ് കിറ്റ് പ്ലസ് ഫോളോയിങ് ഫോർ. സീലിംഗ് കിറ്റ് വെക്കണം. നമുക്കറിയാം എവിടെ തെറ്റായ സ്ഥാനത്ത് വന്നാലും സീലിംഗ് കിറ്റ് വെക്കാം. ടോയ്ലറ്റ് തെറ്റായ സ്ഥാനത്ത് വരുന്നത് സൗത്ത് ഈസ്റ്റ്, നോർത്ത്, ഇവിടെ എവിടെ വന്നാലും നോർത്ത് ഈസ്റ്റിലോ സൗത്ത് ഈസ്റ്റിലോ നോർത്തിലോ ഈസ്റ്റിലോ സെൻറ്ററിലോ എവിടെ ടോയ്ലറ്റ് വന്നാലും സീലിംഗ് കിറ്റ് വയ്ക്കാം. പിന്നെ കൂടാതെ ഫോളോയിങ് ഫോർ, താഴെ പറയുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതായത് അതിലൊന്ന് ഒരു മാർബിൾ ഫ്ലോറിംഗ് ഉണ്ട്, പിന്നെ രത്നസ്ഥാപനമുണ്ട്, പിന്നെ സീലിംഗ് കിറ്റ് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ഇത് പിന്നെ കണ്ണാടി ഉണ്ട് 3. നോക്കട്ടെ, ഒന്നാമത്തെ ഹെലിക്സ് ഉണ്ട്. അപ്പോൾ 4 ഹെലിക്സ് ഉണ്ടാകുമ്പോൾ 4 ഹെലിക്സ് നോർത്ത് ഈസ്റ്റിൽ ഇതിൻ്റെ അർദ്ധചന്ദ്രാകൃതി 8 എണ്ണം, സൗത്ത് ഈസ്റ്റിൽ ട്രയാങ്കുലർ ഷേപ്പ് 4 എണ്ണം. അതിൽ ഏതെന്ന് വെച്ചാൽ അത് ചെയ്യണം. അപ്പം ഈ നോർത്തിലും ഈസ്റ്റിലും സെൻറ്ററിലും ഹെലിക്സ് ആവശ്യമില്ല. കാരണം കോർണറിൽ അല്ലെങ്കിൽ മൂലകളിൽ മാത്രമേ, വിധിക്കുകളിൽ മാത്രമേ ഹെലിക്സ് വയ്ക്കാവൂ. ഇതിപ്പോൾ നോർത്ത് എന്ന് പറഞ്ഞാൽ ഒരു വശമാണ്. നോർത്ത് ഈസ്റ്റ് സെൻറ്റർ അവിടെ ഒന്നും ഹെലിക്സ് ആവശ്യമില്ല. ഹെലിക്സ് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. രണ്ടാമത്തെ വൈറ്റ് മാർബിൾ ഫ്ലോറിങ്. പിന്നെ നേരത്തെ പറഞ്ഞാൽ അതായത് നോർത്ത് ഈസ്റ്റിൽ അവിടെയൊക്കെ പിന്നെ ടോയ്ലറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും കോസ്റ്റ്ലി വൈറ്റ് മാർബിൾ ഫ്ലോറിങ് വേണം. ആ ഫ്ലോറിങ് ഞാൻ ഒരു മിനിമം 9 ഇഞ്ച് ഹൈറ്റിലൂടെ പടം നോക്കട്ടെ ഉണ്ടെന്ന്. ടോയ്ലറ്റിന് ചുറ്റും കുറഞ്ഞത് 9 ഇഞ്ച് വീതിയിൽ വെള്ള മാർബിൾ കൊണ്ട് ഫ്ലോറിങ് കൊടുക്കണം. അതിൻ്റെ തറയിൽ ഇപ്പോൾ ടൈൽസ് വല്ലതും ഉണ്ടെങ്കിൽ ആ ടൈൽസ് പൊട്ടിച്ചിട്ട് അവിടെ വെള്ള മാർബിൾ ഫ്ലോറിങ് കൊടുക്കണം. വൈറ്റ് മാർബിൾ ഫ്ലോറിങ് മിനിമം 9 ഇഞ്ച് വീതിയിൽ. ഇവിടെ ടോയ്ലറ്റിന് ചുറ്റും കുറഞ്ഞത് 9 ഇഞ്ച് വീതിയിൽ. അതിൻ്റെ ഒരു പടം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പം ഒരു മഞ്ഞ നിറത്തി കാണുന്ന വീട്, അതിൻ്റെ സൗത്ത് ഈസ്റ്റിൽ അഗ്നിമൂലയിൽ ടോയ്ലറ്റ് വരും. അഗ്നിമൂല ടോയ്ലറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ദോഷം കൂടുതലാണ്. അപ്പോൾ ഇത് ടോയ്ലറ്റാണ്. അപ്പോൾ തെക്ക് കിഴക്ക് മൂലയ്ക്ക് വരുന്ന ടോയ്ലറ്റാണ്. ഇതാണ് വൈറ്റ് മാർബിൾ ഫ്ലോറിങ്. അതിനിങ്ങനെ ആ ഭിത്തിയുടെ വെളിയിലായിട്ട് ടോയ്ലറ്റിൻ്റെ വീടിനകത്ത് വരുന്ന 2 ഭിത്തികളുടെ വെളിയിൽ ഒരു 9 ഇഞ്ചെങ്കിലും മിനിമം വീതിയിൽ വെള്ള മാർബിൾ കൊണ്ടുള്ള ഫ്ലോറിങ്. വെള്ള ടൈൽസ് ആണെങ്കിൽ അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് വെള്ള മാർബിൾ ഇടണം. വൈറ്റ് മാർബിൾ ഫ്ലോറിങ്. ആ വീതി കണ്ട അവിടെ ആരോ വന്നിരിക്കുന്നത്, വീതി മിനിമം 9 ഇഞ്ച് വേണം. 9 ഇഞ്ച് കുറയാൻ പാടില്ല, കൂടാം. അടുത്തത് മൂന്നാമത്തത് വൈറ്റ് മാർബിളിന് താഴെ രത്നങ്ങൾ സ്ഥാപിക്കണം. ആ രത്നങ്ങൾ ഏതൊക്കെ വേണം അതൊക്കെ നമുക്ക് അഡ്വാൻസ് കോഴ്സിൽ പഠിക്കണം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ. ഇപ്പോൾ അതിന് കൂടുതൽ വൈറ്റ് മാർബിൾ രത്നങ്ങൾ സ്ഥാപിക്കാമെന്നുള്ള അറിഞ്ഞിരുന്നാൽ മതി. അത് ഏത് രത്നമാണെന്നും എത്ര വേണമെന്നും എങ്ങനെയാണ് സ്ഥാപിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് അവിടെ. ഇപ്പോൾ ആ വൈറ്റ് മാർബിൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് രത്നം സ്ഥാപിച്ചിട്ട് വേണം ഈ വൈറ്റ് മാർബിൾ സ്ഥാപിക്കാൻ ആ ഫ്ലോറിങ്. നാലാമത് കഴിവതും വലിപ്പമുള്ള കണ്ണാടികൾ ഭിത്തികളുടെ വെളിയിൽ സ്ഥാപിക്കുക. ആ 2 ഭിത്തിയിൽ, വീട്ടിനകത്ത് വരുന്ന 2 ഭിത്തിയുടെയും വെളിയിൽ അത് മിറർ പാനലിംഗ് എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ഭിത്തി കണ്ണാടിയാക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും, ഈ കണ്ണാടി പോലത്തെ ഷീറ്റ്. അത് വെച്ച് ഒട്ടിച്ചാലും മതി. ഇതിപ്പം ഇങ്ങനെ കണ്ണാടി കഴിയുന്ന വലിപ്പം ഈ ടോയ്ലറ്റിലോട്ട് കയറുന്ന കതകിൽ വരെ ഈ കണ്ണാടി വെക്കണം. ഔട്ട് സൈഡിൽ വേണം വയ്ക്കാൻ കണ്ണാടി.
കിടക്കമുറിയിൽ കണ്ണാടി നല്ലതല്ലാത്തതുകൊണ്ട് കർട്ടൻ കൊണ്ട് മൂടി വയ്ക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ചെല്ല് ചെയ്യുന്നത് ഇതുപോലെ കണ്ണാടി ഫിക്സ് ചെയ്തിട്ട് ഈ വാൾപേപ്പർ ഉണ്ട്, കുറച്ചുകൂടെ നീറ്റായിരിക്കും. ആ വാൾപേപ്പർ കൊണ്ട് ആ കണ്ണാടി ഒട്ടിക്കുക. അപ്പം കണ്ണാടിയുടെ ആവശ്യമില്ല. ഇവിടെ ഈ കറക്ഷന് വേണ്ടി കണ്ണാടി വയ്ക്കുക, എന്നിട്ട് ആ കണ്ണാടി പിന്നെ ഒരു വാൾപേപ്പർ ഉണ്ടെങ്കിൽ മൂടുക. അപ്പം ബെഡ്റൂമിലാണെങ്കിലും പ്രശ്നമല്ല. ഇപ്പോൾ ഷീറ്റ് നമ്മൾ ഇപ്പോൾ ഈ മിറർ ഷീറ്റ് എന്നൊരു ഷീറ്റ് കിട്ടും, കണ്ണാടി പോലെ തന്നെ ഇരിക്കും, റിഫ്ലക്ഷനൊക്കെ ഉണ്ട്, ചുരുട്ടിയൊക്കെ വയ്ക്കാം. അപ്പോൾ അങ്ങനത്തെ ഷീറ്റ് വെച്ചിട്ട് ചെയ്താലും നമ്മൾ ഈ പിന്നെ ഫ്ലോറിങ് കൂടെ ചെയ്യണം. അതായത് ഇതിൻ്റെ പേപ്പറിലൂടെ വാൾപേപ്പറിലൂടെ ഒട്ടിക്കണം. കാരണം ആ കണ്ണാടിയിലെ റിഫ്ലക്ഷൻ വരാതെ വെളിയിലോട്ട് വരാതിരിക്കുന്നത് നല്ലത്, പക്ഷെ അകത്തോട്ട് പോവുകയില്ല. അടുത്ത 5G സ്റ്റെയർ കേസ്. തെറ്റായ സ്ഥാനത്ത് സ്റ്റെയർ കേസ് വന്നാൽ, സ്റ്റെയർ കേസിന് നമുക്കറിയാം തെക്കിൻ്റെ മധ്യം, പടിഞ്ഞാറിൻ്റെ മധ്യം, വടക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക്, ഈ 4 സ്ഥലങ്ങളും ഓക്കെയാണ്. അവിടെ കറക്ഷൻ ആവശ്യമില്ല. വേറെ എവിടെ സ്റ്റെയർ കേസ് വന്നാലും അത് ഒന്നുകിൽ മാറ്റുക അല്ലെങ്കിൽ അതിന് പരിഹാരം ചെയ്യുക. സൗത്ത്, വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, ഈ 4 സ്ഥലത്തും പരിഹാരം ആവശ്യമില്ല, ഓക്കെയാണ്. സ്റ്റെയർ കേസ് ഓക്കെയാണ്, അവിടെ കറക്ഷൻ ആവശ്യമില്ല. ബാക്കി എവിടെ സ്റ്റെയർ കേസ്, ബാക്കി 4 സ്ഥലത്തിൽ എവിടെ സ്റ്റെയർ കേസ്, പ്രത്യേകിച്ചും മധ്യഭാഗത്ത്, അതായത് ബ്രഹ്മസ്ഥാനത്ത് സ്റ്റെയർ കേസ് വരുന്ന ഏറ്റവും ദോഷമാണ്. സ്റ്റെയർ കേസിന്റെ ഒരു പടി പോലും ബ്രഹ്മസ്ഥാനത്ത് വരാൻ പാടില്ല. നോർത്ത് ഈസ്റ്റാണ് ഏറ്റവും മോശം. സ്റ്റെയർ കേസിന് ഏറ്റവും മോശമായ സ്ഥലം നോർത്ത് ഈസ്റ്റാണ്. സ്റ്റെയർ കേസ് തെറ്റായ സ്ഥാനത്ത് നിന്നുള്ള കറക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് പിന്നെ ഇത് സ്റ്റെയർ കേസ് കറക്ഷൻ പിരമിഡ്, അത് 3 എണ്ണം വേണം. ഭിത്തിക്കകത്താണ് സ്ഥാപിക്കുന്നത്. ഭിത്തിക്കകത്ത് അത് സ്ഥാപിക്കാം. 3 സ്റ്റെയർ കേസ് കറക്ഷൻ പിരമിഡ് സ്ഥാപിക്കാം. മുകളിൽ സീലിംഗ് കിറ്റ് സ്ഥാപിക്കാം. ആ രണ്ട് ചെയ്ത ആ ദോഷം ഒരു നല്ല അളവോടെ ആ ദോഷം മാറ്റിയെടുക്കാം. സാറേ, മൂലയോട് ചേരല്ലാതെ ഔട്ട് സൈഡിൽ തെക്ക് പടിഞ്ഞാറ് സൈഡിൽ വരുന്ന ദോഷം ഉണ്ടാവുമോ? വീട് ഒറ്റ നിലയാണോ 2 നിലയാണോ? ഒറ്റ നില. ഒറ്റ നിലയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വരുന്നത് നല്ലതാണ്. കാരണം അതിന്റെ വെയിറ്റും വരും, കയറ്റവും വരും. അപ്പൊ അതുകൊണ്ട് ഒറ്റ നിലയ്ക്ക് തെക്ക് പടിഞ്ഞാറ് സ്റ്റെയർ കേസ് വരുന്നത് നല്ലതാണ്. 2 നിലയും അതിൽ കൂടുതലാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഒരു മുകളിലത്തെ നിലയിൽ താമസിക്കുന്നവർക്ക്, താഴത്തെ നിലയിൽ താമസിക്കുന്നവർക്ക് ദോഷമില്ല, മുകളിലത്തെ നിലയിൽ താമസിക്കുന്നവർക്ക് ദോഷമായിട്ട് വരും തെക്ക് പടിഞ്ഞാറ് സ്റ്റെയർ കേസ്. കാരണം ഒരു കുഴിയായിട്ട് വരും, താഴോട്ട് ഇറങ്ങുന്ന ഒരു കുഴിയായിട്ട് വരും. സാറേ, ഈ സ്റ്റെപ്പ് വരുന്നതും കയറുന്നതും ആന്റി ദിശയിലായി കഴിഞ്ഞാൽ അതിനെന്ത് ദർശനം? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം. ആന്റി അല്ല, ക്ലോക്ക് വൈസ്. അതിന്റെ കറക്ഷൻ വരും, അത് വരും. ഇനി ഇതിപ്പോൾ സ്ഥാനദോഷമായതുകൊണ്ടാണ് ഇത് മാത്രം പറഞ്ഞത്. സ്ഥാനദോഷമായി സ്റ്റെയർ കേസ് തെറ്റായ സ്ഥാനത്ത് വന്നാൽ, നോർത്ത് ഈസ്റ്റ് തെറ്റായ സ്ഥാനത്ത് നിന്ന് ഏറ്റവും ദോഷമാണ്. അപ്പോൾ അതിനാണ് 2 കറക്ഷനുള്ള. ഒന്ന് സ്റ്റെയർ കേസ് കറക്ഷൻ പിരമിഡ് സ്ഥാപിക്കുക, 2 പിന്നെ സീലിംഗ് കിറ്റ് സ്ഥാപിക്കുക. അടുത്ത വഴി വരും, നോക്കട്ടെ. സീലിംഗ് കിറ്റ്, സ്റ്റെയർ കേസ് കറക്ഷൻ പിരമിഡ് 3 എണ്ണം. ഈ 2ആണ് അതിൻ്റെ കറക്ഷൻ. തെറ്റായ സ്ഥാനത്ത് സ്റ്റെയർ കേസ് എന്നുള്ള കറക്ഷൻ. ഒന്ന് സീലിംഗ് കിറ്റ് സ്ഥാപിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, കാരണം സ്റ്റെയർ കേസിന്റെ മുകളിലാകുമ്പോൾ എത്തില്ല. അവിടെ പടി, അപ്പോൾ അവിടെ വല്ല ചാരമൊക്കെ കെട്ടി അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് വേണം ഈ സീലിംഗ് കിറ്റ് സ്ഥാപിക്കാൻ. അവിടെ മുകളിൽ വേണം സ്ഥാപിക്കുക. അപ്പോൾ അവിടെ സാധാരണ മുറിയുടെ മുകളിലല്ലേ, നല്ല പൊക്കത്തിലല്ലേ, 2ാമത്തെ നിലയുടെ സീലിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ സീലിംഗ് കിറ്റ് ഒട്ടിക്കണമെങ്കിൽ ചാരം കെട്ടിയിട്ടൊക്കെ ഒട്ടിക്കേണ്ടി വരും. സ്റ്റെയർ കേസ് കറക്ഷൻ പിരമിഡ് 3 എണ്ണം, അത് ഭിത്തിയിലാണ്. സ്റ്റെയർ കേസ് ഭിത്തിയിലൂടെ വരുന്ന ആ ഭിത്തി ചെറിയ ഹോൾ ഇട്ടിട്ട് അതിനകത്ത് പിരമിഡ് വെച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്ത് അടയ്ക്കാം. സൗത്ത് വെസ്റ്റ് സ്റ്റെയർ കേസ് വന്നാൽ, നേരത്തെ ഇപ്പോൾ സംശയം ചോദിച്ചാലാണ് സൗത്ത് വെസ്റ്റിൽ എബോവ് 2+, അതായത് സീലിംഗ് കിറ്റും സ്റ്റെയർ കേസ് കറക്ഷൻ പിരമിഡും പ്ലസ് വലിയ പാറക്കെട്ടുകളുടെയോ പർവ്വതങ്ങളുടെയോ, ഇത് ഒറ്റ നിലയ്ക്ക് വേണ്ട, 2 നിലയിലൊക്കെ സ്റ്റെയർ കേസ് വന്നു കഴിഞ്ഞാൽ സീലിംഗ് കിറ്റ് വയ്ക്കാം, സ്റ്റെയർ കേസ് കറക്ഷൻ പിരമിഡ് വയ്ക്കാം. ഇത് രണ്ടും കൂടാതെ വലിയ പാറക്കെട്ടുകളുടെയൊക്കെ പർവ്വതങ്ങളുടെയൊക്കെ, പക്ഷെ ജലം പാടില്ല. വെള്ളച്ചാട്ടമോ അല്ലെങ്കിൽ കുളമോ കായലോ ഒക്കെ ഉള്ള ജലത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത വലിയ പാറക്കെട്ടുകളുടെയോ പർവ്വതങ്ങളുടെയൊക്കെ പടം കൊണ്ട് ഈ സ്റ്റെയർ കേസിൻ്റെ താഴ്ച മറക്കണം. കാണാത്ത വിധത്തിൽ അവിടെ ഇത് വയ്ക്കണം.
നോർത്ത് ഈസ്റ്റ് സ്റ്റെയർ കേസ്. സ്റ്റെയർ കേസ് ഏറ്റവും മോശമായ സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ്. അവിടെ സ്റ്റെയർ കേസ് ഒന്നാൽ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒന്ന് സീലിംഗ് കിറ്റും പിന്നെ സ്റ്റെയർ കേസ് കറക്ഷൻ പിരമിഡും. അത് 3 എണ്ണം. അതുകൂടാതെ നോർത്ത് ഈസ്റ്റിലുള്ള ഇത് കൊടുക്കാം, ഹെലിക്സ് 8 എണ്ണം അർദ്ധചന്ദ്രാകൃതി. അത് നോർത്ത് ഈസ്റ്റിനെ പരമാവധി ഊർജ്ജവൽക്കരിക്കാം. അത് നോർത്ത് ഈസ്റ്റ് സ്റ്റെയർ കേസ് വന്നാൽ മാക്സിമം എനർജൈസ് ചെയ്യുക. നോർത്ത് ഈസ്റ്റിനെ പോസിറ്റീവ് എനർജി മാക്സിമം കൊടുക്കുക. ജലനിധി, ടേബിൾ ടോപ്പ് ഫോട്ടോ ഇതെല്ലാം കൊടുക്കാം. ഇത് തന്നെയായിരിക്കുന്നു. എഴുതിയില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. അടുത്ത 5H സ്ഥാനദോഷത്തിന് 5ാമത്തത് H. ABCDEF H. അത് മെയിൻ ഗേറ്റിൻ്റെ സ്ഥാനദോഷം. അത് മെയിൻ ഗേറ്റ് സ്ഥാനദോഷം വരുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പിന്നെ അത് കംപ്ലീറ്റ് മനസ്സിലാണ്. ഞങ്ങളെ പോസ്റ്റ് കാർഡ് ഇത് കൂടെ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ഈ ഫെങ്ഷി പറയുന്ന കാര്യം കൂടെ വെച്ചുകൊണ്ടാണ് ഈ മെയിൻ ഗേറ്റിനുള്ള കറക്ഷൻ. അപ്പോൾ അതിൻ്റെ അത് പറഞ്ഞു തരാമെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അടുത്ത പോലെ ചെയ്യുള്ളൂ. അതായത് ഭാരതീയ പാരമ്പര്യ വാസ്തുശാസ്ത്ര പ്രകാരം ഇത് പിന്നെ കോമ്പൗണ്ട് വാളാണ്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലാണല്ലോ ഗേറ്റ് വരുന്നത്. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് ഈ ഓരോ വശത്തെ 9 ഭാഗിക്കുക, പദങ്ങളാക്കി. ഇപ്പം കിഴക്ക് വശത്തെ 9 പദങ്ങളായിട്ട് ഭാഗിച്ചു. അതിൽ 4ാമത്തതാണ് ഏറ്റവും നല്ലത്. 4ാമത്തത് കൊണ്ട് മാത്രം തികഞ്ഞില്ലെങ്കിൽ 3, 4 കൂടെ എടുത്ത് ഗേറ്റ് ചെയ്യാം. 9 ഭാഗിച്ചതിൻ്റെ 4ാമത്തെ ഭാഗമാണ് ഗേറ്റിന് ഏറ്റവും നല്ല സ്ഥലം. 4ാമത്തെ ഭാഗം മാത്രം കൊണ്ട് നിന്നില്ലെങ്കിൽ 3, 4 കൂടെ ഒരുമിച്ചെടുത്തിട്ട് ഇതേ സെയിം പ്രിൻസിപ്പിള് ഈസ്റ്റിനും വെസ്റ്റിനും നോർത്തിനും ആപ്ലിക്കബിൾ ആണ്. ഈ 4 വശവും ഏറ്റവും നല്ലത് 4ആണ്. കിഴക്ക് വശമായാലും തെക്ക് വശമായാലും പടിഞ്ഞാറ് വശമായാലും വടക്ക് വശമായാലും 9 ഭാഗിച്ച് 4ാമത്തെ സ്ഥലമാണ് 4 വശത്തും ഏറ്റവും നല്ലത്. ഇനി പിന്നെ 3, 4 കൂടെ എടുക്കുന്ന 4 കൊണ്ട് മാത്രം ആ ഗേറ്റിന് ആവശ്യമായ സ്ഥലം കിട്ടിയില്ലെങ്കിൽ 3, 4 കൂടെ എടുക്കുന്നത് കിഴക്കും പടിഞ്ഞാറും വടക്കും ആകാവും. തെക്ക് വശം അങ്ങനെ പാടില്ല. തെക്ക് വശത്ത് 4ഉം 6ഉമാണ്. 4ഉം 6ഉം ആകുമ്പോൾ 4ഉം 6ഉം കൂടെ ഒരുമിച്ച് 4ഉം 5ഉം 6ഉം കൂടെ ഒരുമിച്ച് ഗേറ്റിട്ടിട്ട് തൂണ് 4ലും 6ലും വരണം. 5ന്റെ യമപദത്തിൽ തൂണ് വരാൻ പാടില്ല. തെക്ക് വശമാണെങ്കിലും 9 ഭാഗിച്ചു 4ലും 6ലുമാണ് ഗേറ്റ് നല്ലത്. അപ്പം അങ്ങനെ വരുമ്പം 4ഉം 5ഉം 6ഉം കൂടെ ഒരുമിച്ച് ഗേറ്റാക്കാം. പക്ഷെ ഗേറ്റിന്റെ തൂണ് 4ലും 6ലും വരാവും. 5ൽ തൂണ് വരാൻ പാടില്ല. പടിഞ്ഞാറ് വശത്ത് അതുപോലെ 9 ഭാഗിച്ചു. 4ആണ് ഏറ്റവും നല്ലത്. 4 കൊണ്ട് മാത്രം തികഞ്ഞില്ലെങ്കിൽ 3, 4. 4ആണ് ഫസ്റ്റ് ചോയ്സ്. അത് മാത്രം ഇതിൽ 3 കൊടുക്കാം. അല്ല വടക്ക് വശത്തിന് 9 ഭാഗിച്ചാൽ അവിടെയും 4ആണ് ഏറ്റവും നല്ലത്. 4 കൊണ്ട് മാത്രം തികഞ്ഞില്ലെങ്കിൽ 3, 4 കൊടുക്കാം. ഇത് ഞാൻ എൻ്റെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ ഫെങ്ഷിയുടെ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടി ഒന്ന് മനസ്സിലാക്കാറുണ്ട്. ഇതുകൂടെ അറിയാമെങ്കിൽ ശരിക്കും ഗേറ്റിൻ്റെ ഉത്തമമായ സാധനം അറിയാവുള്ളൂ. ഫെങ്ഷുയി ഇങ്ങനെ അതായത് ഈ 4 വശം ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത് 4 വശത്ത് മധ്യത്തിലാണ് ഈ ചുവന്ന വര കാണുന്നത്. 4 വശത്തിൻ്റെ മധ്യത്തിലൊരു ചുവന്ന വരയുണ്ട്. ആ ചുവന്ന വരയുള്ളിടത്താണ് ഇതിങ്ങനെ കടന്നു പോകുന്നത്. ഇപ്പം മുകളിലോട്ട് വന്നിട്ട് ചുവന്ന വരയിൽ കൂടെ താഴോട്ട് വരും. അടുത്ത മൂലയ്ക്ക് വന്നിട്ട് വീണ്ടും അടുത്തതിൽ തെക്ക് വശവും ചുവന്ന വരയിൽ കൂടെയാണ് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത്. അതുപോലെ പടിഞ്ഞാറ് വശവും മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ആ ചുവന്ന വരയാണ്. അതുപോലെ വടക്ക് വശവും ആ ചുവന്ന വരയിൽ കൂടെയാണ് ഈ ക്രോസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ ഈ ആദ്യം ഒരു സ്ക്വയർ കാണിച്ചു 9 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സ്ക്വയറിൻ്റെ വെളിയിലോട്ട് വരുന്നതെല്ലാം പ്ലസ് ഇട്ടേക്കുന്നുണ്ട്. ഇത് പ്ലസ് ആണ്.
ഇവിടെ പ്ലസ് ആണ്, ഇത് നോർത്ത് വെസ്റ്റിലെ ഒരു ഭാഗം പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്. അത് അകത്തോട്ട് വരുന്നതൊക്കെ മൈനസ് ആണ്. പറയുമ്പോൾ മൈനസ് മൈനസ്, ഇവിടെ മൈനസ് 4 മൈനസ്, ഇവിടെ ഒരു മൈനസ്, ഇവിടെ 4 മൈനസ്, അകത്തോട്ട് വരുന്ന 4 മൈനസ്, വെളിയിലോട്ട് വരുന്ന 4 പ്ലസ്. അതിൽ ഈ പ്ലസ് ഉള്ള ഭാഗത്ത് ഗേറ്റ് വരുന്നത് നല്ലതാണ്. ആണ് ഫെങ്ഷുയിൽ പറയുന്നത് പ്ലസ് ഉള്ള ഭാഗത്ത് ഗേറ്റ് വരുന്നത് നല്ലതാണ്, മൈനസ് ഉള്ള ഭാഗത്ത് ഗേറ്റ് വരാൻ നല്ലതല്ല. സൗത്ത് വെസ്റ്റ് നോക്കുക, കന്നിമൂലയുടെ തെക്ക് വശവും പടിഞ്ഞാറ് വശവും ഒന്നും ഗേറ്റിന് പാടില്ല. നമുക്ക് പാരമ്പര്യ ശാസ്ത്രപ്രകാരമാണെങ്കിലും കന്നിമൂലയുടെ പടിഞ്ഞാറ് വശത്ത്, കന്നിമൂലയുടെ തെക്ക് വശത്തും പടിഞ്ഞാറ് വശത്തൊന്നും കന്നിമൂല ഗേറ്റ് വരാനേ പാടില്ല. അത് ഇതിലും കറക്റ്റാണ്. ഈശാന്യമൂല 2 ഭാഗത്തും ഗേറ്റ് വരാം. ഈശാന്യമൂലയുടെ കിഴക്ക് ഭാഗത്തും ഗേറ്റിന് പ്ലസ് ആണ്. അതുപോലെ പിന്നെ ഈശാന്യമൂലയുടെ കിഴക്ക് ഭാഗത്തും പ്ലസ് ആണ്, വടക്ക് ഭാഗത്തും 2 പ്ലസ് ആണ്. അപ്പോൾ അവിടെ 2 ഗേറ്റ് വരാം. വായുമൂലയാണെങ്കിൽ വടക്ക് നെഗറ്റീവ്, നമുക്ക് വടക്ക് വശം മൈനസ് ആണ്, വടക്ക് വശത്ത് ഗേറ്റ് വരാൻ പാടില്ല. അതേസമയം പടിഞ്ഞാറ് വശത്ത് വരാം വായുമൂലയുടെ, വായുമൂല നോർത്ത് വെസ്റ്റ്. സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ തെക്ക് വശത്ത് ഗേറ്റ് വരാം. തെക്കിൻ്റെ ഇത്രയും ഭാഗം പ്ലസ് ആണ്, ഇത്രയും ഭാഗം മൈനസ് ആണ്. അപ്പോൾ ഇവിടെ ഗേറ്റ് വരാൻ പാടില്ല. കന്നിമൂലയുടെ 2 ഭാഗവും വരാൻ പാടില്ല. ഇതാണ് ഗേറ്റ് വരാനും വരാൻ പാടില്ലാത്ത സ്ഥാനങ്ങൾ. വരച്ചെന്ന് വിചാരിക്കുന്നു. വരച്ചില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് പറയാം. ഇനി ഇപ്പം ഇതിന് വേറൊരു വിധമുള്ളത്, ഇപ്പം നമ്മൾ ഇൻ്റഗ്രേറ്റഡ് വാസ്തുവിൽ സംയോജിത വാസ്തുശാസ്ത്ര പ്രകാരം ഗേറ്റിൻ്റെ സ്ഥാനം പറയുന്നുണ്ട്. അതിൽ പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഫെങ്ഷുയിൽ ഉത്തമവും നല്ലതും മോശമായിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ഫെങ്ഷുയിലും ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരവും നല്ലതായിട്ട് സ്ഥലങ്ങൾ ഏറ്റവും നല്ലതാണ്, ഉത്തമമാണ്. 2ലും ഉത്തമമുള്ളത് ഇവിടെ ഇൻ്റഗ്രേറ്റഡ് വാസ്തുവിൽ ഉത്തമമായിട്ട് എടുക്കുക. ഏതെങ്കിലും ഒന്നിൽ ഓക്കെയാണ്, മറ്റേത് മോശമാണ്. ഒന്നുകിൽ ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ നല്ലതാണ്, ഫെങ്ഷി മോശം, അല്ലെങ്കിൽ ഫെങ്ഷി നല്ലതാണ്, ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ മോശം. അങ്ങനെയുള്ളത് ഏതെങ്കിലും ഒന്ന് നല്ലത് മറ്റേത് മോശമാണെങ്കിൽ മധ്യമമായിട്ട് എടുത്തിട്ടുണ്ട്. 2ലും മോശമാണെങ്കിൽ, ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ ഏതെങ്കിലും സ്ഥലം മോശമായിട്ട് പറയുന്നു, ഫെങ്ഷുയിലും മോശമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഗേറ്റ് വരാൻ പാടില്ല, അത് അധമമാണ്. ഉത്തമത്തിലും മധ്യമത്തിലും ഗേറ്റ് വരാം, അധമത്തിൽ ഗേറ്റ് വരാൻ പാടില്ല. ഇവിടെ ഏതാണ്ട് സ്ഥലം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോക്കുമ്പോൾ ഏതാണ്ട് നോർത്ത് ഈസ്റ്റ് നോക്കുക. ഇത് നോർത്ത് ഈസ്റ്റ് തെക്ക് വശം അടയപ്പെട്ടു. നോർത്ത് ഈസ്റ്റ് കംപ്ലീറ്റ് കണ്ട ഉത്തമമാണ്. അപ്പോൾ ഇവിടെ 3ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം ഇത്രയും ഉത്തമമാണ് നോർത്ത് ഈസ്റ്റിൽ. അതുപോലെ തന്നെ പിന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. മറ്റേത് ഈസ്റ്റ് മധ്യമമാണ്, ഈ പകുതി മധ്യമമാണ്. അതുപോലെ നോർത്തും മധ്യമമാണ്. നോർത്ത് അതേസമയം വെസ്റ്റും സൗത്തും ശരിക്കും അധമമാണ്. പിന്നെ നോർത്ത് വെസ്റ്റ് നോക്കുക. നോർത്ത് വെസ്റ്റിൻ്റെ നോർത്ത് ഭാഗം അധമമാണ്, അതിൻ്റെ പിന്നെ പടിഞ്ഞാറ് ഭാഗം മധ്യമമാണ്. അതുപോലെ സൗത്ത് ഈസ്റ്റ് മോളി നോക്കുക. സൗത്ത് ഈസ്റ്റ് തെക്ക് അഗ്നിമൂലയുടെ ഭാഗം, അഗ്നിമൂലയുടെ കിഴക്ക് വശം അധമമാണ്, തെക്ക് വശം മധ്യമമാണ്. അപ്പോൾ ഇവിടെ ഈ ഉത്തമം നിട്ടേക്കുന്നിടത്തും മധ്യമം നിട്ടേക്കുന്നിടത്തും പരിഹാരം ആവശ്യമില്ല. അധമമായിട്ടുള്ള സ്ഥലത്തെല്ലാം പരിഹാരം ആവശ്യമാണ്. അത് ഇപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസായിട്ട് നോക്കുകയാണെങ്കിൽ തെക്ക് കിഴക്ക് അഗ്നിമൂലയുടെ കിഴക്ക് ഭാഗത്ത് അധമമാണ്, ഗേറ്റ് വന്നാൽ പരിഹാരം ചെയ്യണം. അതുപോലെ തെക്കിൻ്റെ മധ്യത്ത് വന്നാലും പരിഹാരം ചെയ്യണം. തെക്കിൻ്റെ പിന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗം രണ്ട് സ്ഥലത്ത് വന്നാലും അധമമാണ്, ഇവിടെ നെട്ടിട്ടുണ്ട്, പരിഹാരം ആവശ്യമാണ്. പടിഞ്ഞാറിൻ്റെ മധ്യമാണെങ്കിലും അധമമാണ്, പരിഹാരം ആവശ്യമാണ്. വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറ് ഭാഗം മധ്യമമാണ്, പരിഹാരം ആവശ്യമില്ല. വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്ക് ഭാഗം അധമമാണ്, അവിടെ പരിഹാരം ആവശ്യമുണ്ട്. പിന്നെ വടക്കിൻ്റെ മധ്യമാണെങ്കിലും പരിഹാരം ആവശ്യമില്ല. അപ്പോൾ ഇതിൽ എഴുതിയേക്കുന്ന ഭാഗത്ത് മാന്ന് എഴുതിയേക്കുന്ന ഭാഗത്തൊന്നും ഗേറ്റ് വന്നാൽ പരിഹാരം ആവശ്യമില്ല. അതെങ്ങനെയാണ് നമുക്ക് പിന്നെ മനസ്സിലാക്കാം. എഴുതിയേക്കുന്ന ഭാഗത്ത് അധമമായിട്ട് എഴുതിയേക്കുന്ന ഭാഗത്തൊന്നും ഗേറ്റ് വരാൻ പാടില്ല. ഒന്നുകിൽ ആ ഗേറ്റ് ഉത്തമമായ സ്ഥലത്തേക്ക് മാറ്റുക, ഉത്തമവും മധ്യമമായ സ്ഥലത്തേക്ക് മാറ്റുക, അല്ലെങ്കിൽ അതിനുള്ള കറക്ഷൻ പരിഹാരം ചെയ്യണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വരച്ച് കഴിഞ്ഞില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് പറയണം. ഓക്കെ. ഇനി ലൊക്കേഷൻ ഓഫ് ഗേറ്റ്. GPP എന്ന് പറയുന്നത് ഒരു 2 കറക്ഷൻസ് ആണ്. ഗേറ്റ് തെറ്റായ സ്ഥാനത്ത് വന്നാൽ അതിന് പരിഹാരം 2 പരിഹാരമുണ്ട്. ഒന്ന് ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ്, അതിനാണ് GPP എന്ന് പറഞ്ഞിരിക്കുന്നത്, ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ്. അതുപോലെ പിന്നെ വേറൊരു ഇതിലുള്ളത് PA എന്ന് പറയുന്നത് പിരമിഡൽ ആർച്ച്, PA. ഈ 2 പരിഹാരങ്ങളാണ് തെറ്റായ സ്ഥാനത്ത് ഗേറ്റ് വന്നാലുള്ള പരിഹാരങ്ങൾ. അത് നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അഡ്വാൻസ് കോഴ്സ് പഠിക്കാറുണ്ട്. പിരമിഡൽ ആർച്ചിന് തന്നെ പിരമിഡിൻ്റെ പിന്നെ ആകൃതി ഏതായിരിക്കണം,
അതിൻ്റെ മെറ്റീരിയൽ ഏതായിരിക്കണം, ഇതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പം നമുക്ക് അത്ര അത്യാവശ്യമില്ല. ഇപ്പം ഈ രണ്ട് ഇതുണ്ടെന്ന് അത് ചെയ്തു. ലൊക്കേഷൻ ഓഫ് ഗേറ്റ് നോർത്ത് ഈസ്റ്റിലോ ഈസ്റ്റിലോ നോർത്തിലോ ആണ് ഗേറ്റ് വരുന്നതെങ്കിൽ അതിന് പരിഹാരം ആവശ്യമില്ല. വടക്ക് കിഴക്കോ കിഴക്കിൻ്റെ മധ്യത്തിലോ വടക്കിൻ്റെ മധ്യത്തിലോ ഗേറ്റ് വരികയാണെങ്കിൽ പരിഹാരം ആവശ്യമില്ല. നോ കറക്ഷൻ റിക്വയർഡ്. അവിടെ പരിഹാരം ആവശ്യമില്ല. അടുത്തത് ഈസ്റ്റ് ഓഫ് സൗത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്കിൻ്റെ കിഴക്ക് ഭാഗത്ത്. അവിടെ നമുക്കറിയാം അധമമാണ്. നമ്മൾ നോക്കി പ്ലാനിൽ നേരത്തെ വരച്ചിട്ടുണ്ട്, അധമമാണ്. അപ്പോൾ അധമം ആകുമ്പോൾ ഈസ്റ്റ് ഓഫ് സൗത്ത് ഈസ്റ്റ് കറക്ഷൻ ആവശ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ പിന്നെ GPP PA രണ്ടും വേണം. GPP നമ്മൾ താഴെ എഴുതിയിട്ടുണ്ട്, ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡും അതുപോലെ പിരമിഡൽ ആർച്ച്, ഈ രണ്ട് കറക്ഷനും ചെയ്യണം. തെക്ക് കിഴക്കിൻ്റെ കിഴക്ക് ഭാഗത്ത് ഗേറ്റ് വന്നാൽ, തെക്ക് കിഴക്കിൻ്റെ തെക്ക് ഭാഗത്താണ് ഗേറ്റ് വരുന്നതെങ്കിൽ മധ്യമമാണ്, കറക്ഷൻ ആവശ്യമില്ല. സൗത്ത് ഓഫ് സൗത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്കിൻ്റെ തെക്ക് ഭാഗത്ത്, അവിടെ കറക്ഷൻ ആവശ്യമില്ല. നോ കറക്ഷൻ റിക്വയർഡ്. അടുത്തത് സൗത്തിൽ നമുക്ക് ഈ കറക്ഷൻ ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ് മാത്രം മതി. കോർണറിലാണെങ്കിൽ മാത്രം മതി ഈ പിരമിഡൽ ആർച്ച്. സൗത്തിലാണ്, തെക്കിൻ്റെ മധ്യത്തിലാണ് ഗേറ്റ് വരുന്നതെങ്കിൽ അവിടെ GPP ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ് മാത്രം മതി. GPP ഉള്ളി. സൗത്ത് വെസ്റ്റിലാണ് കിണർ വരുന്നതെങ്കിൽ അതിൻ്റെ രണ്ട് വശവും, സൗത്ത് വെസ്റ്റിൻ്റെ സൗത്തും സൗത്ത് വെസ്റ്റിൻ്റെ വെസ്റ്റും രണ്ട് ഭാഗവും നല്ലതല്ല. അപ്പോൾ അവിടെ രണ്ടിടത്തും പരിഹാരം ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ സൗത്ത് വെസ്റ്റിന് നമുക്കറിയാം സ്ക്വയർ ഷേപ്പാണ്, ഭൂമിയാണ്, മണ്ണാണ്. അപ്പോൾ കോൺക്രീറ്റിൽ അപ്പം അതൊന്നും വേണ്ട, അതിപ്പോൾ നമ്മൾ നോക്കണ്ട. അവിടെ GPPയും അതായത് ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡും പിരമിഡൽ ആർച്ചും രണ്ടും വേണം. GPP ആൻഡ് PA. അതിൻ്റെ ഷേപ്പ് അതൊന്നും ഇപ്പം നോക്കണ്ട. അടുത്തത് വെസ്റ്റിൽ പടിഞ്ഞാറിൻ്റെ മധ്യമാണെങ്കിൽ അതിനും ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ് മാത്രം മതി. അത് നോർത്ത് വെസ്റ്റിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, വടക്ക് പടിഞ്ഞാറ്, വായുമൂലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മധ്യമമാണ്. അപ്പോൾ പരിഹാരം ആവശ്യമില്ല. ഇനി വായുമൂലയുടെ വടക്ക് ഭാഗം, നോർത്ത് ഓഫ് നോർത്ത് വെസ്റ്റ്, അവിടെ അധമമാണ്. അപ്പോൾ അവിടെയും പിന്നെ GPP ആൻഡ് PA ആണ്. അതായത് ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡും പിരമിഡൽ ആർച്ചും രണ്ടും വേണം. ഇതാണ് ഗേറ്റിന് പൊതുവെയുള്ള കറക്ഷൻ കൊടുക്കേണ്ടത്. ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത് ആ കൂടുതൽ ഡീറ്റെയിലൊക്കെ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ പഠിക്കണം. ഇതെന്തുകൊണ്ടാണ് ഈ ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡിനെ പല ഷേപ്പിലൊക്കെ ഉണ്ട്. അതിപ്പം ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കട്ടെ, നിങ്ങളുടെ സിലബസിലുണ്ടോ ഞാൻ നോക്കട്ടെ അടുത്തതിനകത്ത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ ഉത്തമവും മധ്യമവും അതോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ടത്. അതായത് ഈസ്റ്റിൽ ഇവിടെ ഇടത്തെ അറ്റത്ത് എഴുതിയിട്ടുണ്ട്. ഈസ്റ്റിൽ 3 4, അതായത് നമ്മൾ 9 ഭാഗിച്ചതിൻ്റെ 3 4 ഭാഗം ഉത്തമമാണ്. ഉത്തമം എന്ന് പറയാൻ കാരണം ഭാരതീയ വാസ്തുശാസ്ത്രത്തിലെ ഉത്തമമാണ്, ഫെങ്ഷുയിലും ഉത്തമമാണ്. അതുകൊണ്ടാണ് ഇത് 4 ഉത്തമം എന്ന് പറഞ്ഞത്. മധ്യമം എന്ന് പറഞ്ഞാൽ 1 2 1 2 5ൻ്റെ ഫസ്റ്റ് ഹാഫ്, 5നെ 2 ഭാഗിച്ച ഫസ്റ്റ് ഹാഫ്. ഇത്രയും സ്ഥലത്ത് മധ്യമാണ്. അവിടെയും പരിഹാരം ആവശ്യമില്ല. 9 കിഴക്ക് ഭാഗത്തെ 9 ഭാഗിച്ചാൽ 1ാമത്തെ സ്ഥാനത്തും 2ാമത്തെ സ്ഥാനത്തും 5ാമത്തെ സ്ഥാനത്തിൻ്റെ ഫസ്റ്റ് ഹാഫും അവിടെ മധ്യമമാണ്. പരിഹാരം ആവശ്യമില്ല. അധമമായിട്ടുള്ള ഇത്രയും സ്ഥലത്തും പരിഹാരം ആവശ്യമില്ല. സെക്കൻഡ് ഹാഫ് ഓഫ് 5 6 7 8 9, സെക്കൻഡ് ഹാഫ് ഓഫ് 5, പിന്നെ 6 7 8 9 ഈ സ്ഥലങ്ങളിൽ എവിടെ ഗേറ്റ് വന്നാലും അധമമാണ്. പരിഹാരം ആവശ്യമുണ്ട്. തെക്കുവശത്താണ് ഗേറ്റ് എങ്കിൽ സെയിം തന്നെയാണ്. 4 മാത്രമേ ഉള്ളൂ ഉത്തമം. തെക്കുവശത്ത് ഗേറ്റ് വന്നാൽ 4 മാത്രം ഉത്തമം. 1 2 3 5ൻ്റെ ഫസ്റ്റ് ഹാഫ് 6 ഈ ഭാഗത്ത് മധ്യമം, അധമം വരുന്നത് ഈ ഭാഗത്താണ്. ഇത് കൂടുതൽ ഇത് ശേഷം ആദ്യം നേരത്തെ ഉള്ള പടം മതി. ഇതിൻ്റെ വലിയ ആവശ്യമില്ല, അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. ഉത്തമം മധ്യം. ഇതിൽ അധമമായിട്ടുള്ള ഉത്തമത്തിലും അധമത്തിലും ഗേറ്റ് വന്നു കഴിഞ്ഞാൽ പരിഹാരം ആവശ്യമില്ല. അല്ല, ഉത്തമത്തിലും മധ്യമത്തിലും ഗേറ്റ് വന്നാൽ പരിഹാരം ആവശ്യമില്ല. അധമത്തിൽ ഗേറ്റ് വന്നാൽ പരിഹാരം ചെയ്യണം. ഒന്നുകിൽ ഗേറ്റ് മാറ്റണം, അല്ലെങ്കിൽ പരിഹരിക്കണം. കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ.
ഒരു നോർത്തിലും ഒരു ഉത്തമവും ഇല്ല. നോർത്തിലും വെസ്റ്റിലും രണ്ടിടത്തും ഉത്തമവും ഇല്ല, മധ്യമമുണ്ട്, അധമവുമുണ്ട്. ഉത്തമമോ മധ്യമമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഗേറ്റിന് പരിഹാരം ആവശ്യമില്ല. അധമമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഗേറ്റ് മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന 2 പരിഹാരങ്ങൾ ചെയ്യുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞ പിരമിഡൽ ആർച്ചും ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ്. ഒന്ന് ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ്, അതെങ്ങനെയാ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ് എന്ന് പറയുമ്പം അത് പിന്നെ തൂണിനകത്തോട്ട് പിരമിഡ് ഗേറ്റ് വയ്ക്കുന്നതാണ്. 2 എണ്ണം വേണം. ഒരു സ്ഥലത്ത് 2 എണ്ണം വേണം. ഈ പടം വരച്ചോക്കാം. ഇത് മതിലാണ്, ഇത് തൂണാണ് ഗേറ്റിന്റെ. നടുക്കുള്ള ഭാഗമാണ് ഗേറ്റിന്റെ ഓപ്പണിങ്. നമ്മൾ ഒരു പിരമിഡ്, അത് 2 തൂണാണ്. ഒരു പിരമിഡ് അവിടെ കുറച്ച് കാര്യം വെളിയിൽ നിന്ന് ഫ്ലോർ ലെവലിൽ തോണ്ടിയെടുത്തിട്ട് അതിനകത്ത് പിരമിഡ് വെച്ചിട്ട് അങ്ങ് അടച്ചാൽ മതി. 2 പിരമിഡാണ്, 2 പിരമിഡ് ഇങ്ങനെ 2 തൂണ്ട്. ഇത് ഫേസ് ടു ഫേസ് ആയിരിക്കണം. ഒരു പിരമിഡ് അടുത്ത പിരമിഡിനെ നോക്കത്തക്കോണം. ഇത് 2 പിരമിഡാണ്. ഡയറക്ഷൻ ഇങ്ങനെ അതാണ്. ഓരോ പിരമിഡും എതിരെയുള്ള പിരമിഡിനെ നോക്കത്തക്കോണം വേണം. അപ്പോൾ ഈ 2 പിരമിഡിൻ്റെ ഇടയ്ക്ക് ഒരു എനർജി ഫീൽഡ് ഉണ്ടാവും. എനർജി ഫീൽഡ് ഉണ്ടായിട്ട് വെളിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജി അകത്തോട്ട് വിടില്ല. ഇതാണ് ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ്. 2 എണ്ണം വേണം. രണ്ടാമത്തെ പിരമിഡൽ ആർച്ച്. അത് ഓരോ സ്ഥലത്തും ഓരോ വിധത്തിലാണ്. വടക്ക് കിഴക്ക് ആവശ്യമില്ല, കാരണം വടക്ക് കിഴക്ക് ഗേറ്റിന് ദോഷമില്ല. തെക്ക് കിഴക്കിൻ്റെ കിഴക്ക് വശമാണ് ആവശ്യമുണ്ട്. തെക്ക് പടിഞ്ഞാറിൻ്റെ 2 വശം ആവശ്യമുണ്ട്. വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറ് ആവശ്യമില്ല, വടക്ക് ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ നോക്കിയാണ്. തടി കൊണ്ടുള്ള ത്രികോണ പിരമിഡൽ ആർച്ച്, അത് സൗത്ത് ഈസ്റ്റിലാണ്. അത് 4 പിരമിഡ് വേണം. സൗത്ത് ഈസ്റ്റ് തടിയാണ്, അത് എണ്ണം 4ആണ്. പിരമിഡുകൾ 4 എണ്ണം. അതിൻ്റെ ഷേപ്പ് കാണിക്കാം. ഇതൊരു പിരമിഡ്, 2, 4 പിരമിഡാണ് വേണ്ടത്. 3. ഇത് നമ്മളെ ഗേറ്റിൻ്റെ മുകളിൽ ഗേറ്റിൻ്റെ താഴ്ന്ന് മേപ്പോട്ട് നോക്കി കാണിക്കുന്ന കാണാം. ആ പിരമിഡിൻ്റെ വെർട്ടക്സ് അല്ലെങ്കിൽ പൊങ്ങിയത് മുകളിലോട്ട് വരണം, മറ്റേ താഴെ വയ്ക്കണം. 4 പിരമിഡാണ് വേണ്ടത്. ഇതാണ് തടി. ഇതെല്ലാം തടി കൊണ്ടായിരിക്കണം. ത്രികോണാകൃതിയിലുള്ള പിരമിഡായിരിക്കണം. ഇത് ഈസ്റ്റ് ഓഫ് സൗത്ത് ഈസ്റ്റിൽ, തെക്ക് കിഴക്കിൻ്റെ കിഴക്ക് വശം ഗേറ്റ് വരികയാണെങ്കിൽ ഇത് വേണം. ഇങ്ങനെ വേണം ചെയ്യാൻ. കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. ഇനി അടുത്തത് മണ്ണ് കൊണ്ടുള്ള, അതായത് സൗത്ത് വെസ്റ്റിൽ കന്നിമൂലയിൽ മണ്ണ് അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള സമചതുരത്തിലുള്ള പിരമിഡൽ ആർച്ചാണ് അവിടെ വേണ്ടത്. കാരണം സൗത്ത് വെസ്റ്റിൻ്റെ ഇത് ഭൂമിയാണ്. ഭൂമിയുടെ ആകൃതി സമചതുരമാണ്. അത് സൗത്ത് വെസ്റ്റിലാകുമ്പോൾ 2 എണ്ണം വേണം. പിരമിഡുകൾ 2 എണ്ണം. അതിങ്ങനെ അതിൻ്റെ നോക്കിയിട്ടിങ്ങനെ ഒരു പിരമിഡ്, 2 പിരമിഡ്, ഇങ്ങനെ പിരമിഡാണിത്. സൗത്ത് ആൻഡ് വെസ്റ്റ് ഓഫ് സൗത്ത് വെസ്റ്റ്. സൗത്തിൽ സൗത്ത് വെസ്റ്റിൻ്റെ സൗത്തിൽ ഗേറ്റ് വന്നാലും ഇത് വേണം, വെസ്റ്റ് ഗേറ്റ് 2 വന്നാലും വേണം. സ്ക്വയർ ഷേപ്പിലുള്ള 2 പിരമിഡൽ ആർച്ച്, 2 പിരമിഡുള്ള പിരമിഡൽ ആർച്ച്. കോൺക്രീറ്റ് കൊണ്ടായിരിക്കണം ഈ പിരമിഡ് ചെയ്യാൻ. മണ്ണായതുകൊണ്ട്, സൗത്ത് വെസ്റ്റ് മണ്ണിൻ്റെ സ്ഥലമായതുകൊണ്ട് പിരമിഡൽ ആർച്ച്. പഞ്ചഭൂതങ്ങളിൽ എർത്തിൻ്റെ സ്ഥലമാണ് സൗത്ത് വെസ്റ്റ്. ഓക്കെ, കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അടുത്തത് ലോഹം കൊണ്ടുള്ള വൃത്താകൃതിയിലുള്ള പിരമിഡൽ ആർച്ച് നോർത്ത് വെസ്റ്റ്. അത് 6 എണ്ണം വേണം. വടക്ക് പടിഞ്ഞാറ് പിരമിഡുകൾ 6 എണ്ണം. 6 പിരമിഡ് നോർത്ത് ഓഫ് നോർത്ത് വെസ്റ്റ്. വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്ക് വശത്ത്. വടക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വശത്ത് ആവശ്യമില്ല, മധ്യമമാണ്. പക്ഷേ ആവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പം പിരമിഡൽ ആർച്ചിൻ്റെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് ഇയർ, അതായത്
പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ ക്ലിയർ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. കാർപോർച്ച്, തെറ്റായ സ്ഥാനത്ത് കാർപോർച്ച് വരികയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും. കാർപോർച്ചിന് സ്ഥാനദോഷമില്ല. കാർപോർച്ച് ആകാവുന്ന സ്ഥലങ്ങളാണ് വടക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും. അത് ഓക്കെ, കാർപോർച്ച് നല്ല സ്ഥലങ്ങളാണ്. വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും കാർപോർച്ച് ദോഷമാണ്, സ്ഥാനദോഷമാണ്. നോർത്ത് ഈസ്റ്റിലാണ് കാർപോർച്ച് വരുന്നതെങ്കിൽ തറ താഴ്ന്നു ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ വേണമെങ്കിൽ റൂഫും താഴ്ത്തി ചെയ്യാൻ നല്ലതാണ്. കാരണം നോർത്ത് ഈസ്റ്റ് താഴ്ന്നിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സീലിംഗ് കിറ്റ്, അത് നോർത്ത് ഈസ്റ്റ് പിന്നെ സ്ഥാനദോഷമുണ്ട്. സ്ഥാനദോഷത്തിന് സീലിംഗ് കിറ്റ് വയ്ക്കാം. നോർത്ത് ഈസ്റ്റിലായതുകൊണ്ട് ഇത് എന്താ പിന്നെ ഹെലിക്സ്, ഇത് പിന്നെ അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഹെലിക്സ് 8 എണ്ണം. വടക്ക് കിഴക്കുള്ള കാർപോർച്ചിൻ്റെ തറയും മേൽക്കൂരയും മറ്റു ഭാഗങ്ങളേക്കാൾ താഴ്ന്നിരിക്കുകയാണെങ്കിൽ ദോഷം കുറവാണ്. നോർത്ത് ഈസ്റ്റ് പരമാവധി ഊർജ്ജവൽക്കരിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുകൂടാതെ ഇത് കൂടെ നമുക്ക് എഴുതാം. പിന്നെ ഹെലിക്സ് അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഹെലിക്സ് 8 എണ്ണം. മൂലകളിൽ മാത്രമേ ഹെലിക്സ് ഉപയോഗിക്കാവൂ. ഇത് നോർത്ത് ഈസ്റ്റ് ആണൊരു മൂലയാണ്, അപ്പോൾ അവിടെ ഉപയോഗിക്കാം. ഓക്കെ, എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയണം. 6B, സൗത്ത് വെസ്റ്റിലാണ് കാർപോർച്ച് വരുന്നതെങ്കിൽ തറ താഴ്ന്നിരിക്കുകയാണെങ്കിൽ അത് ഒന്നുകിൽ അത് പൊക്കി ചെയ്യണം, എന്നിട്ട് ഒരു സ്റ്റോപ്പ് കൊടുക്കാം ഇറങ്ങാനായിട്ട്. അല്ലെങ്കിൽ ലെവൽ കറക്ഷൻ പിരമിഡ്. സീലിംഗ് കിറ്റ് എല്ലായിടത്തും വരണം. തെറ്റായ സ്ഥാനത്ത് എന്ത് വന്നാലും സീലിംഗ് കിറ്റ് ആകാം. പിന്നെ സൗത്ത് വെസ്റ്റിൽ കാർപോർച്ച് വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന കൂടുതൽ ദോഷമാണ്. സൗത്ത് വെസ്റ്റിൽ ഒരു തള്ളു പാടില്ല. കാർപോർച്ചിൽ ഏതായാലും വെളിയിലോട്ട് തള്ളിയിരിക്കുന്ന നല്ലതല്ല സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റിലുള്ള കാർപോർച്ചിൽ തറയും മേൽക്കൂരയും മറ്റു ഭാഗങ്ങളെക്കാൾ താഴ്ന്നിരിക്കുന്നത് വളരെ വലിയ ദോഷമാണ്. സൗത്ത് വെസ്റ്റ് എപ്പോഴും പൊങ്ങിയിരിക്കേണ്ടതാണ്. തറയും താഴ്ന്നു മേൽക്കൂരയും താഴ്ന്നു അത് മഹാദോഷത്തിൽ വരും. താഴ്ന്നിരിക്കുകയാണെങ്കിൽ ഫ്ലോർ പൊക്കിച്ചണം. വാഹനങ്ങൾ കയറുവാനായി സ്ലോപ്പ് കൊടുക്കണം. ആണ് എൻ്റെ ഒരു കറക്ഷൻ. സൗത്ത് വെസ്റ്റിൽ കാർപോർച്ചിൻ്റെ തറ താഴ്ന്നിരിക്കുകയാണെങ്കിൽ അത് പൊക്കിച്ചെയ്യണം. പക്ഷെ പൊക്കി ചെയ്യുമ്പോൾ കാറ് കയറാനൊക്കെ പ്രയാസം വരുന്നതുകൊണ്ട് ഒരു സ്ലോപ്പ് കൊടുക്കണം വെളി കയറുന്ന ഭാഗത്ത്. ഫ്ലോർ പൊക്കി ചെയ്യുന്നതിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലെവൽ കറക്ഷൻ പിരമിഡ് 5 എണ്ണം. സ്ഥാപിക്കേണ്ടതാണ്. ഇതാണ് സൗത്ത് വെസ്റ്റ് കാർപോർച്ച് വരുന്നു. അപ്പോൾ അവിടെ ഫ്ലോർ പൊക്കിയില്ലെങ്കിൽ 5 സീലിംഗ് കിറ്റ് വയ്ക്കുന്നത്, 5 പിരമിഡ് വയ്ക്കുന്നത്, 4 മൂലയിൽ 4 എണ്ണം, നടുക്കൊരെണ്ണം. എല്ലാം നോർത്ത് ഫേസിങ് ആയിരിക്കണം. ലെവൽ കറക്ഷൻ പിരമിഡ് 5 നമ്പേഴ്സ്. ഇത് കഴിഞ്ഞ് വിചാരിക്കുന്നു. ഓക്കെ, 7ാമത്തത് ഓവർഹെഡ് വാട്ടർ ടാങ്ക്. ഓവർഹെഡ് വാട്ടർ ടാങ്കിന് സൗത്ത് വെസ്റ്റാണ് ഏറ്റവും നല്ലത്. ഏറ്റവും മോശം നോർത്ത് ഈസ്റ്റാണ്. നോർത്ത് ഈസ്റ്റും സൗത്ത് ഈസ്റ്റും മോശമാണ്. One minute.
ഓക്കെ, ഓവർഹെഡ് വാട്ടറിങ് സൗത്ത് വെസ്റ്റിലാണ് നല്ലത്. നോർത്ത് ഈസ്റ്റിലും സൗത്ത് ഈസ്റ്റിലും ഏറ്റവും ദോഷമാണ്. തെക്കിൻ്റെ മധ്യത്തും പടിഞ്ഞാറിൻ്റെ മധ്യത്തും അത് മധ്യമമാണ്. അവിടെയും കറക്ഷൻ ആവശ്യമില്ല. ഉത്തമത്തിലും മധ്യമത്തിലും കറക്ഷൻ ആവശ്യമില്ല. സൗത്ത് വെസ്റ്റിലും ഏറ്റവും നല്ലത് തെക്കിൻ്റെ മധ്യവും പടിഞ്ഞാറിൻ്റെ മധ്യവും മധ്യമം. അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റിലേക്ക് തെറ്റായ സൗത്ത് വെസ്റ്റ് അല്ലാതെ മറ്റെവിടെങ്കിലും ആണെങ്കിൽ ഓവർഹെഡ് വാട്ടർ ടാങ്ക് മാറ്റാൻ വലിയ ഇതൊന്നുമില്ല. കുറച്ച് പൈപ്പ് ലൈൻ മാറ്റിയാൽ മതി. സൗത്ത് വെസ്റ്റിലേക്ക് ഓവർഹെഡ് വാട്ടർ ടാങ്ക് മാറ്റാം. നോർത്ത് ഈസ്റ്റിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് ചെയ്യാം. അതിൻ്റെ ഒരു എനർജി പോസിറ്റീവ് കൂട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ കിണർ സ്ഥാപിക്കാൻ സ്ഥലവും ഉണ്ടെങ്കിൽ അതാകാം. ഓപ്പൺ വെല്ലോ ബോർവെല്ലോ ആകാം. ഓപ്പൺ ആൻഡ് ബോർ. ജലനിധി ചെയ്യാം നോർത്ത് ഈസ്റ്റിൽ. നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ജലനിധി എന്തുവാണെന്ന്. സൗത്ത് വെസ്റ്റിലാണെങ്കിൽ പരമാവധി ഭാരവും പൊക്കവും കൊടുക്കുക, കന്യാസ്തൂപം ചെയ്യുക, ഇതൊക്കെ നല്ലതാണ്. സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ ചുവപ്പ് നിറത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, പരമാവധി ഊർജ്ജവൽക്കരിക്കുക. ഇതൊക്കെ പരിഹാരത്തിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ്. മറ്റ് വാസ്തുദോഷ പരിഹാരങ്ങൾ ഇതിൽ പറഞ്ഞ കൂടാതെ മറ്റ്. ഒന്നാമത്തെ അപൂർണമായ മൂല, മിസ്സിംഗ് കോർണർ. ഇപ്പം ഇത് പിന്നെ സൗത്ത് ഈസ്റ്റ് മൂലയില്ല. ഒരു പടം കണ്ടു, അത് സൗത്ത് ഈസ്റ്റ് മൂലയില്ല. സൗത്ത് ഈസ്റ്റ് മൂല മിസ്സിംഗ് ആണ്, മിസ്സിംഗ് കോർണർ. ഇതിപ്പം ഇത് പ്ലോട്ടിനും വീടിനും ദോഷമാണ്. ഏതെങ്കിലും മൂല ഇല്ലാതെ വരുന്നത് വീടിനായാലും പ്ലോട്ടിനായാലും നല്ലതല്ല. ഇങ്ങനെ മൂല ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിനെ അവിടെ ഒന്നുകിൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ വീടാണെങ്കിൽ ഒരു തൂണി ചെയ്ത് 2 ബീം ചെയ്ത് കറക്റ്റ് ചെയ്യാം. പ്ലോട്ടാണെങ്കിൽ ഇത് ഒന്നുകിൽ ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഈ വീട് ഇവിടെ മാത്രം നിൽക്കുമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു മതിൽ കെട്ടിയിട്ട് ഈ ഭാഗത്ത് വീട് വെച്ച് അങ്ങനെ അതിന് ആവശ്യമുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്കേ മൂല മിസ്സിംഗ് ആണ്. ഇങ്ങനെ കെട്ടി പൂർണ്ണമാക്കാം വീടിനാണെങ്കിൽ. ഫൗണ്ടേഷൻ, ബേസ്മെന്റ്, ഭിത്തി, മേൽക്കൂര, റൂഫ് ഇതെല്ലാം ചെയ്യണം. എല്ലാം ചെയ്ത് മൂല പൂർണ്ണമാക്കുക. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു മൂലയ്ക്കൊരു തൂണ് കൊടുത്തിട്ട് 2 ബീം ചെയ്യാം. ഒരു തൂണ് അവിടെ ഒരു പില്ലറാണ്, എന്നിട്ട് 2 ബീം ചെയ്യുക. അപ്പം ഇങ്ങനെയും കറക്റ്റ് ചെയ്യാം. രണ്ട് ബീം ഇതും ഈക്വലി എഫക്റ്റീവാണ്. നോർത്ത് ഈസ്റ്റിലാണെങ്കിൽ ഈ തൂണ് കൊടുക്കുന്നത് നല്ലത്, കാരണം അപ്പോൾ അവിടെ വെയിറ്റ് കുറയും. കംപ്ലീറ്റ് ഫൗണ്ടേഷനും ബേസ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ വെയിറ്റ് കൂടും. പിന്നെ സൗത്ത് ഈസ്റ്റിൽ രണ്ടിൽ ഏതായാലും ചെയ്യാം, ഈ രണ്ടും ചെയ്യാം. തൂണും ബീമുകളും ചെയ്ത് മൂല പൂർണ്ണമാക്കുക. ഇത് 1A എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ, ബേസ്മെന്റ്, ഭിത്തി ഇതെല്ലാം ചെയ്ത് പൂർണ്ണമാക്കണം. 1B തൂണും ബീമുകളും ചെയ്ത് പൂർണ്ണമാക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 1C മിസ്സിംഗ് കോർണർ പിരമിഡുകൾ ഉപയോഗിച്ച്, അത് പിരമിഡ് ഉപയോഗിച്ചെങ്കിൽ ചെയ്യാം. അതായത് ഇവിടെ നോക്കാം, ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് കോർണർ മിസ്സിംഗ് ആണ്. ഒരു പിരമിഡ് ഇവിടെ, ഒരു പിരമിഡ് മൂലയ്ക്ക്, ഒരു പിരമിഡ് ഇവിടെ, 3 പിരമിഡ്, മിനിമം 3 വേണം. അതിൻ്റെ ഡയറക്ഷൻ ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എനർജി ഫ്ലോ വരണം. ആരോയും കാണിച്ചിട്ടുണ്ട് ഡയറക്ഷൻ, എനർജി ഫ്ലോ ഇങ്ങനെ വരണം, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതിൽ 2 പിരമിഡ് തമ്മിലുള്ള ദൂരം 3 മീറ്ററിൽ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ പിന്നെ ഈ പിരമിഡുകൾ തമ്മിലുള്ള ഊർജ്ജപ്രവാഹം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം.
അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ പിരമിഡ് ഇപ്പോൾ സൗത്ത് ഈസ്റ്റിലാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റിന് വേണ്ടി എനർജൈസ് ചെയ്ത പിരമിഡ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിരമിഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. 2 പിരമിഡുകൾക്കിടയിലുള്ള ദൂരം പരമാവധി 300 സെന്റിമീറ്റർ, 3 മീറ്റർ ആയിരിക്കണം. കുറഞ്ഞത് 3 പിരമിഡുകൾ വേണം. ഇപ്പോൾ കുറഞ്ഞത് 3. ഇപ്പോൾ ഇത് 3 മീറ്റർ കൂടുതലാണെങ്കിൽ 3 കൂടുതൽ വരും. മൂലയ്ക്ക് ഒരെണ്ണം കമ്പൽസറി വേണം, തുടങ്ങുന്നിടത്തും തീരുന്നിടത്തും വേണം. പിരമിഡുകളിൽ കൂടിയുള്ള ഊർജ്ജ പ്രവാഹം അപ്രദക്ഷിണ ദിശയിലായിരിക്കണം. അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ആവരുത്. അതാണ് ഈ കാണിച്ചിരുന്നത്. ആരോ കാണിച്ചിരിക്കുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തിലോട്ട് പോവുകയാണ്. പുരയിടത്തിനാണ്, വസ്തുവിലാണെങ്കിൽ ഇപ്പം ഇങ്ങനെ കട്ടിങ് കൊണ്ടുവന്നിരിക്കട്ടെ, വസ്തുവിൽ, വീടിനല്ല വസ്തുവിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വാസ്തുമണ്ഡലം കെട്ടി തിരിച്ചിട്ട് നമുക്ക് ഇവിടെ വീട് വെച്ചാൽ ആ ഷേപ്പിൻ്റെ ദോഷം മാറി കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വീട് വരികയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ ഒക്കില്ല. ഇപ്പം വീട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കയറി വരികയാണെങ്കിൽ ഈ ആദ്യം ചെയ്തതുപോലെ മതിൽ കെട്ടാൻ ഒക്കില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യാം. 1, മിനിമം 3 പിരമിഡ്, 2, 3, ഇങ്ങനെ 3 പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യാം. ഇത് പിന്നെ മിനിമം 3 ഈ 2 പിരമിഡുകൾക്കിടയിലുള്ള ദൂരം 3 മീറ്ററിൽ കൂടാൻ പാടില്ല. കൂടുകയാണെങ്കിൽ ഇടയ്ക്ക് പിരമിഡ് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിപ്പോൾ സൗത്ത് ഈസ്റ്റ് ആണ്. സൗത്ത് ഈസ്റ്റ് മൂലയ്ക്ക് വേണ്ടി എനർജൈസ് ചെയ്തിട്ടുള്ള ഊർജ്ജവൽക്കരിച്ചിട്ടുള്ള പിരമിഡുകളായിരിക്കണം 3. പിന്നെ ഉള്ളത് പിന്നെ ഊർജ്ജപ്രവാഹം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം പിരമിഡുകൾ കൂടി. ഈ 3 കാര്യവും ശ്രദ്ധിക്കണം. ഓക്കെ. പിരമിഡുകൾക്കിടയിലുള്ള ദൂരം പരമാവധി 300 സെന്റിമീറ്റർ. അത് നേരത്തെ പറഞ്ഞ 3 കാര്യവും. അപൂർണമായ വശങ്ങൾ, മിസ്സിംഗ് സൈഡ്സ്. ഇപ്പം തെക്കുവശത്തിൻ്റെ മധ്യം അപൂർണമാണ്. ഇതാണ് വശങ്ങൾ എന്ന് പറയുന്നത്, പൂർണ്ണമല്ല. ഇങ്ങനെ അപൂർണമായ വശങ്ങളിൽ വേറൊരു പേര് ഇംഗ്ലീഷിൽ പറയുന്ന സി ഫോർമേഷൻ എന്നാണ്. ഇംഗ്ലീഷിൽ സിയുടെ ഒരു ഷേപ്പിൽ. ഈ സി ഫോർമേഷൻ പടിഞ്ഞാറോട്ടോ ഇതിപ്പോൾ തെക്കോട്ടാണ് വന്നിരിക്കുന്നത്. പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ വരുന്ന ദോഷമാണ്. കിഴക്കോട്ടോ വടക്കോട്ടോ വരുന്നത് ദോഷമില്ല. ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. തെക്കോട്ടും പടിഞ്ഞാറോട്ടും സി ഫോർമേഷൻ അല്ലെങ്കിൽ ഈ അപൂർണമായ വശങ്ങൾ വരുന്ന ദോഷമാണ്. കിഴക്കും വടക്കും ആകാമെന്ന് പറയുന്നുണ്ട്. തെക്കുവശം ഇതിപ്പോൾ തെക്കുവശം അപൂർണമാണ്. ഈ പടത്തിൽ കാണിക്കുന്നത് തെക്കുവശം അപൂർണമാണ്. അതിന് സി ഓപ്പണിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സി ഓപ്പണിംഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ. സൗത്ത് ആൻഡ് വെസ്റ്റ് ദോഷമാണ് സി ഓപ്പണിംഗ്. ഈസ്റ്റ് ആൻഡ് നോർത്ത് നല്ലതാണ്, ഓക്കെയാണ്. തെക്കുവശം അപൂർണമാണോ? അത് ഇപ്പോൾ നേരെ നോക്കണം. ഈ തെക്കുവശത്ത് ഇങ്ങനെ മിസ്സിങ് വന്നാൽ ഇത് തെക്കുവശം അപൂർണമാണോ അതോ 2 മൂലകൾ തള്ളി നിൽക്കുകയാണോ? ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സൗത്ത് വെസ്റ്റ് തള്ളി നിൽക്കുന്നു, സൗത്ത് ഈസ്റ്റ് തള്ളി നിൽക്കുന്നു. അപ്പോൾ ഇത് 2 മൂലകൾ തള്ളി നിൽക്കുകയാണോ അതോ വശം അപൂർണമാണോ? അതിന് ഈ ടോട്ടൽ നീളവും ഈ സൗത്തിൻ്റെ ഈ കട്ടിങ്ങിൻ്റെ നീളവും എടുക്കണം. ഇത് ഈ നീളം 3-1 കൂടുതലാണെങ്കിൽ അത് കട്ടിങ് ആണ്. 3-1 കുറവാണെങ്കിൽ 2 മൂല തള്ളി നിൽക്കുകയാണ്. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കണം. തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് മൂലകൾ. തെക്ക് കിഴക്കാണ് ഈ മുകളിലത്തെ തള്ളി നിൽക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലകൾ തള്ളി നിൽക്കുകയാണോ എന്ന് ഉറപ്പുവരുത്തണം. അതായത് തെക്കുവശം മിസ്സിംഗ് ആണോ അതോ തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും തള്ളി നിൽക്കുകയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്തിയിട്ട് രണ്ടിനും കറക്ഷൻ വേറെയാണ്. മൂല മിസ്സിങ്ങിൻ്റെ കറക്ഷനും സൈഡ് മിസ്സിങ്ങിൻ്റെ കറക്ഷനും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഏതാണെന്ന് ആദ്യം നമ്മൾ ഉറപ്പുവരുത്തണം. ഇത് 130 കുറവാണോ കൂടുതലാണോ നോക്കിയാൽ അറിയാം. ഇപ്പം ടോട്ടൽ 900 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. ആ വീടിൻ്റെ തെക്കുവശവും വടക്കുവശവും 900. ഈ കട്ടിങ്ങിൻ്റെ ആ ഡിസ്റ്റൻസ് 200 ആണെന്നിരിക്കട്ടെ. 900 തന്നെ 3-1 300 ആണ്. 300 കുറവാണ് 200. അപ്പോൾ ഇവിടെ കട്ടിങ് ആണ്. അല്ല, ഇത് 300 കുറവാണ്. അപ്പോൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അതായത് മനസ്സിലായി. ഇപ്പം ഇവിടെ വീട് ഇങ്ങനെ അങ്ങ് എടുക്കും. ഇങ്ങനെ അങ്ങ് എടുക്കുമ്പോൾ അപ്പോൾ ഈ തെക്കുവശം ഇല്ല.
ഇവിടെ പ്രൊജക്ഷൻ ഇല്ല. അപ്പോൾ പ്രൊജക്ഷൻ ഇല്ല, മധ്യത്തിൽ കട്ടിങ് വരും. അതേസമയം ഇത് 300 കൂടുതലാണെങ്കിൽ, ഇത് 300 കൂടുതലാണെങ്കിൽ 2 പ്രൊജക്ഷനായിട്ട് വരും, കട്ടിങ് വരില്ല. സൗത്ത് സൈഡ് മിസ്സിങ്. ഇപ്പം ഇങ്ങനെ വരുന്നു. 900 ടോട്ടൽ. ഇത് 400 300 കൂടുതലാണ്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റും പ്രൊജക്ഷനാണ്, ഇവിടെ മിസ്സിംഗ് ഇല്ല. അപ്പോൾ വീട് ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വീട് വരുന്നത്. ആ ഡോട്ടഡ് ലൈനിൽ കൂടെയാണ് വീട് വരുന്നത്. അപ്പോൾ ഇവിടെ സൗത്ത് ഈസ്റ്റ് മൂലയും തള്ളി നിൽക്കുന്നു, സൗത്ത് വെസ്റ്റ് മൂലയും തള്ളി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ കട്ടിങ് ഇല്ല. ഇത് സൗത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ് പ്രൊജക്ഷൻ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇവിടെ ഇങ്ങനെ ഒരു ബീം കൊണ്ട് ഈ സൗത്ത് ഈസ്റ്റ് ഇങ്ങനെ കട്ടാണെങ്കിൽ ഇവിടെ മുകളിൽ ബീം കൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്താലും ആ ദോഷം മാറി കിട്ടും. ബീം ഭിത്തികളുടെ മുകൾ ഭാഗം തമ്മിൽ ബീം കൊണ്ട് ഘടിപ്പിക്കണം. അതും ഈ ദോഷത്തിന് പരിഹാരമാണ്. പിന്നെ പിരമിഡ് കൊണ്ടുള്ള പരിഹാരമുണ്ട് അതിന്, അത് നോക്കാം. 2 പിരമിഡ് വേണം മിനിമം. ഒരു പിരമിഡ്, 2 പിരമിഡ്. അതിൻ്റെ ഡയറക്ഷൻ അതിങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എനർജി ഫ്ലോ വരണം. ഈ 2 പിരമിഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 300 സെൻറ്റിമീറ്റർ കൂടാൻ പാടില്ല. 300 കൂടിയ ഇടയ്ക്ക് ഒരു പിരമിഡൂടെ വെച്ച് കൊടുക്കണം. പിരമിഡുകൾക്കിടയിലുള്ള ദൂരം പരമാവധി 300 സെൻറ്റിമീറ്റർ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം നോക്കട്ടെ, സമയം 9:43. അപ്പം 45 അപ്പോൾ നമുക്ക് തള്ളി നിൽക്കുന്ന മൂലകൾ മൂലം അടുത്ത ക്ലാസ് എടുക്കാം. അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് മിക്കവാറും തീർക്കാം ഈ ചാപ്റ്റർ. നോക്കിക്കോട്ടെ ഒരു സെക്കൻഡ്. കുറച്ചുണ്ട്. എനിക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാൻ തോന്നുന്നു. അപ്പം ഇനി ഡൗട്ട്സിനുള്ള സമയമാണ്. എന്തെങ്കിലും ജനറൽ ഡൗട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ ഒരു സംശയം. സാറേ നമ്മുടെ ഈ വീടിന്റെ ഫ്രണ്ട് ഡോറിന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വന്നാൽ കുഴപ്പമുണ്ടോ തുറക്കുമ്പോ? കഥകിന്റെ ആണോ? കഥക് തുറക്കുമ്പോ കഥക് എപ്പോഴും ക്ലോക്ക് വൈസ് ആണ് നല്ലത്. പ്രത്യേകിച്ചും മെയിൻ ഡോറിൻ്റെത് കഴിയുന്നതും ബാക്കിയൊക്കെ ഒരു മേജർ ദോഷം എന്ന് പറയാൻ ഒക്കില്ല. എന്നാലും മെയിൻ ഡോർ കഴിയുന്നത് ക്ലോക്ക് വൈസ് തുറക്കത്തക്ക ആണ് ഏറ്റവും നല്ലത്. പക്ഷേ മെയിൻ ഡോർ ഇപ്പോൾ ക്ലോക്ക് വൈസ് അല്ല. ഏറ്റവും നല്ല മെയിൻ ഡോർ ഇപ്പോൾ 2 പാനലായിട്ടാണ് മെയിൻ ഡോർ ചെയ്യേണ്ടത്. ഈ വാസ്തുപ്രകാരം മെയിൻ ഡോർ മെയിൻ ഡോറും പൂജാമുറിയുടെ ഡോറും 2 പാനലായിട്ട് ചെയ്യണം. അപ്പോൾ ഒന്ന് റൈറ്റിലോട്ടും ഒന്ന് ലെഫ്റ്റിലോട്ടും ആയിരിക്കും. അതാണ് മെയിൻ ഡോറിന് ഏറ്റവും വേണ്ടത്. ഡബിൾ പാനൽ ഡോറാണ്. അപ്പം അതിന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തുറക്കുകയാണെങ്കിൽ സിംഗിൾ പാനൽ ഡോർ വന്നു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തുറക്കുകയാണെങ്കിൽ ഒരു മേജർ ദോഷം എന്ന് പറയാനില്ല. എന്നാലും നല്ലത് എപ്പോഴും 2 പാനലായിട്ട് വെക്കുക. അപ്പം പിന്നെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് പ്രശ്നം വരുന്നില്ല. ഒരു ഭാഗം ക്ലോക്ക് വൈസും മറ്റേ ഭാഗം ആന്റി ക്ലോക്ക് വൈസും ആയിരിക്കും. മറ്റെന്തെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ നിർത്തുകയാണ്.
ഓക്കെ, അപ്പം നിങ്ങൾക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇത് തീരും. അത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് എന്ന് പറയുമ്പം നാളെയാണ്. നാളെ ക്ലാസ്സുണ്ട്. നാളെ കൊണ്ട് നമുക്ക് സിലബസ്, അപ്പം ഈ സിലബസ് ഇപ്പം തീർന്നു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിനുള്ള വിലക്ക് കഴിഞ്ഞിട്ട് പരീക്ഷ വരും. അപ്പോൾ അത് നമുക്ക് നോക്കട്ടെ. ഇന്ന് 23, നാളെ കൊണ്ട് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യും. അത് ഞാൻ അടുത്ത വരുന്നത് 1 ഏപ്രിലാണ്. 1 ഏപ്രിൽ അപ്പോൾ ഒരു ദിവസം അടുത്ത ആഴ്ച എന്തായാലും ഒരു ബ്രേക്ക് വരും. അതിന് 1 കഴിഞ്ഞാൽ 1 വഴി 8-ാം തീയതി. അപ്പം 8-ാം തീയതി ഒക്കെ മിക്കവാറും എക്സാമിനേഷൻ ഇതാവും. അത് കഴിഞ്ഞപ്പം ലാലുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്ത് ഡയറക്ടർ അറിയിക്കും എക്സാം എന്താണെന്ന്. അത് മെയ്യിലെ ഒരു 2nd വീക്കോ 3rd വീക്കോ ഒക്കെ ആയിരിക്കും എക്സാം വരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ലാലുണ്ടോ? ലാൽ, ഹലോ. അപ്പോൾ അല്ല, ഇവർക്ക് അടുത്ത ക്ലാസ് കൊണ്ട് പോർഷൻ തീരും. നാളെ അടുത്ത ക്ലാസ്, നാളെ കൊണ്ട് പോർഷൻ തീരും. എക്സാം എന്നത്തേക്ക് കാണും ആ ഡീറ്റെയിൽസ് ഒക്കെ ലാലുമായിട്ട് ഗ്രൂപ്പിലിട്ടാൽ മതി. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എക്സാമിനേഷനെ പറ്റിയോ ക്ലാസ്സിനെ പറ്റിയോ. അപ്പോൾ എന്തായാലും നമ്മൾ പഠിത്തമൊക്കെ തുടങ്ങി കാണുന്ന വിചാരിക്കുന്നു. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു 1-2 ക്ലാസ്സിലാണ് തീരുമെന്ന്. സാറേ സാമ്പിൾ ക്വസ്റ്റ്യൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് തരണേ സാറേ. പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് തന്നിട്ടില്ലേ? തന്നിട്ടില്ല, എന്റെ കിട്ടിയില്ല. ബുക്കിലുണ്ടോന്ന് അറിയില്ല. ശരി സാർ, ഓക്കെ, ശരി. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അത് കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ സാമ്പിളിന് വേണ്ടി ഇട്ട് തരും. അപ്പോൾ വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, അപ്പം എല്ലാവർക്കും നമസ്കാരം. നാളെ വീണ്ടും നമുക്ക് ക്ലാസ് ഉണ്ട്. നാളെ കൊണ്ട് പോർഷൻ തീരുകയാണ്. അത് കഴിഞ്ഞ ഉടനെ പരീക്ഷ ഉടനെ ഒരു 2 ആഴ്ചയ്ക്കകം വരും. അപ്പം ശരിയായിട്ട് പഠിത്തം സീരിയസ് ആയിട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ശരി സാർ, നമസ്കാരം സാർ. നമസ്കാരം. സാർ നമസ്കാരം.